എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന വെബ് പരമ്പരയുടെ 1680 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്കൊരു ചർച്ചയാണ്. ചർച്ചയിൽ പ്രധാനമായും പങ്കെടുക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മോടൊപ്പം പങ്കുചേർന്ന ഡോക്ടർ വേണുഗോപാൽ ഡോക്ടർ തന്നെയാണ്. ഡോക്ടർ ശാരദാകൃഷ്ണ മെഡിക്കൽ കോളേജിൽ ഫാർമസി വിഭാഗം HOD ആയി വർക്ക് ചെയ്യുന്ന, കുലശേഖരം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ്. ഡോക്ടർ നമുക്ക് കഴിഞ്ഞ ദിവസം ആൽക്കഹോളും ഹോമിയോപ്പതിയും എന്നുള്ള വിഷയത്തിൽ വളരെ നല്ല ഒരു ക്ലാസ് എടുത്തു. ഇന്ന് അതുപോലെ തന്നെ അതിൻ്റെ തുടർച്ചയും കൂടാതെ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ഹോമിയോ മരുന്ന് കഴിക്കുന്നവർക്കെല്ലാം ലിവർ ഡിസീസ് കാണുന്നു എന്നുള്ള തെറ്റായ പ്രചരണം, അതിനെക്കുറിച്ച് കൂടിയാകാം ഇന്നത്തെ ചർച്ചയെന്ന് തോന്നുന്നു. എന്തായാലും ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുവാനായി സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചർച്ച തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വരപ്പം. നന്ദി. ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് ധാരാളം ഗുണം ലഭിക്കുമ്പോഴും അതിന്റെ ശോഭ കെടുത്തുവാൻ വേണ്ടി ഓരോരുത്തര് മനഃപൂർവ്വം തെറ്റായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ഇരിക്കുന്നതിനെ ചെറുക്കുന്നതിന് വേണ്ടി നമുക്ക് കൂട്ടായ പ്രവർത്തനം ആവശ്യമുണ്ട്. അപ്പൊ ഡോക്ടർ എബി ഫിലിപ്പ് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ഹോമിയോ മരുന്ന് കഴിക്കുന്നവർക്കെല്ലാം കരളടിച്ചു പോകുന്നു എന്നുള്ള തെറ്റായ വാർത്ത വന്നിരുന്നു. ഇന്നത്തെ ചർച്ച അതുകൂടി ആകാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ആമുഖമായി ഡോക്ടർ ധനേഷ് ഡോക്ടറെ ക്ഷണിക്കുകയാണ്. എന്താണ് ചർച്ചയെക്കുറിച്ച് ആമുഖമായി 2 വാക്ക് സംസാരിക്കുന്നതിന് ഡോക്ടർ ധനേഷിനെ ക്ഷണിക്കും. കഴിഞ്ഞ ദിവസം ഡോക്ടർ വേണുഗോപാൽ വളരെ നല്ല രീതിയിലാണ് നമ്മുടെ ഈ വിഷയം വേദിയിൽ അവതരിപ്പിച്ചത്. അപ്പൊ ഇത് നമ്മൾ ചൂസ് ചെയ്യാൻ തന്നെ പ്രധാനപ്പെട്ട കാരണം ഡോക്ടർ വേണു തന്നെ പറയുണ്ടായി, അതുപോലെ ഡോക്ടർ ഷൈല ഡോക്ടറും പറയുണ്ടായി. അതായത് ഇങ്ങനെ ഹോമിയോപ്പതിയെ ആൽക്കഹോളാണ്, ഹോമിയോപ്പതി മരുന്ന് മുഴുവൻ ആൽക്കഹോളാണ്, ഇത് കഴിക്കുന്നവരുടെ എല്ലാം ലിവർ അടിച്ചു പോകുന്നു എന്നൊരു ലിവർ ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ആയ ഡോക്ടർ എബി ഫിലിപ്പ് ഇങ്ങനെ പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. അപ്പൊ തീർച്ചയായും ഇങ്ങനെയുള്ള തെറ്റായ പ്രചരണങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കാം? IFBH തന്നെ വളരെ നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ പറ്റും. കാരണം നമ്മൾ അറ്റാക്ക് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ അതെങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്? അപ്പൊ തീർച്ചയായും നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിപ്പോ ജില്ലാ ബേസ് ആയിട്ട് നമ്മുടെ ഗ്രൂപ്പുകളിലുള്ള ഡോക്ടർമാരെ തരംതിരിക്കുക. എന്നിട്ട് ഇപ്പൊ ഡയാലിസിസ് സെന്ററുകൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു റിസർച്ച് വർക്ക് പോലെ ചെയ്യുക. ഓരോ ഡയാലിസിസ് സെന്ററിൽ വരുന്ന രോഗികളുടെ ഡീറ്റെയിൽസ് എടുക്കുക. അവരെത്ര നാളായി ഈ മരുന്ന് കഴിക്കാൻ തുടങ്ങി, ഇപ്പോഴവരെന്തുകൊണ്ടാണ് ഈ ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നത്, ഇതൊന്ന് പഠിച്ചു കഴിയുമ്പോൾ നമുക്കൊരു പബ്ലിസിറ്റിയിലോട്ട് കൊണ്ടുവരാൻ പറ്റണം. ഇങ്ങനെ ഒരു റിസർച്ച് വർക്ക് വഴി നമ്മളത് കാണിക്കുകയാണെങ്കിൽ എന്താണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്? നമുക്കറിയാം, ഇപ്പം ഡയാലിസിസ് സെന്ററുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഭൂരിഭാഗം ഡയാലിസിസിന് വരുന്ന രോഗികളും യഥാർത്ഥത്തിൽ കിഡ്നി പ്രോബ്ലം ഉള്ളവരല്ല. അവര് മറ്റ് രോഗങ്ങളുടെ ചികിത്സയ്ക്ക് അടിമയായതിനു ശേഷം പല മരുന്നുകളുടെ ആവശ്യത്തിലധികമുള്ള എന്ന് തന്നെ പറയാം, അതല്ലെങ്കിൽ ദുരുപയോഗം എന്ന് പറയാം, അതല്ലെങ്കിൽ ഇത് കഴിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ തന്നെ അവരെ കൊണ്ട് കഴിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാകാം. അപ്പൊ ഇങ്ങനെ കഴിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു സൈഡ് എഫക്റ്റ് ആണ് എപ്പോഴും ഈ കിഡ്നിയിൽ അത് കൂടുതൽ വരുന്നത്. അപ്പൊ തീർച്ചയായും നമുക്ക് പാരസെറ്റമോൾ കഴിച്ചിട്ട് എത്ര കുട്ടികൾക്ക് ഇങ്ങനെ വരുന്നുണ്ട്. കിഡ്നി ഡിസീസസ് ഉള്ള ഒത്തിരി നമ്മുടെയൊക്കെ മുമ്പിൽ വരുന്ന പല കുട്ടികളുടെ കേസ് എടുക്കുമ്പോഴും ഡോക്ടർ അവന് ക്രിയാറ്റിൻ കൂടുതലായിരുന്നു, അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ബാക്ക് ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ നിരന്തരം ആന്റിബയോട്ടിക് ഉപയോഗിച്ചതിന് ശേഷമാണ് ഇങ്ങനെയുള്ള കിഡ്നി ഡിസീസ് വന്നത്. നാച്ചുറലായിട്ട് ജന്മനായുള്ള അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഒരു കിഡ്നി ഡിസീസ് ഇതിൽ എത്ര പേർക്കുണ്ട്? അതിനെക്കുറിച്ചൊരു പഠനം നടത്തിയാൽ നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റും. യഥാർത്ഥത്തിൽ ഹോമിയോ മെഡിസിൻ അല്ല കൂടുതൽ ദുരന്തം ഉണ്ടാക്കുന്നത്, അതിലും ഭീകരനാണ് നമ്മുടെ ചുറ്റുമുള്ള ഈ ഒരു സ്ഥാപനങ്ങളിൽ നടക്കുന്ന ശാസ്ത്രത്തിന്റെ പേരിൽ നടക്കുന്ന ഈ തട്ടിപ്പ്.
അപ്പൊ അതിനെയാണ് നമുക്ക് ചെറുക്കേണ്ടത്. അപ്പൊ അതിനുള്ള ഒരു മുന്നോടിയായിട്ടുള്ള ഒരു ശ്രമം നമ്മളങ്ങ് നടത്തി കഴിഞ്ഞാൽ അതിന് വിവിധ സംഘടനകളുടെ ഒരു കൂട്ടായ്മ തന്നെ രൂപീകരിച്ച് ഹോമിയോപ്പതി സമൂഹം ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രതിരോധം നടത്താൻ പറ്റുള്ളൂ. അപ്പം അതിനെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ മുള്ളിനെ മുള്ളി കൊണ്ട് തന്നെ എടുക്കണം. അപ്പം നമ്മളെ ഇങ്ങനെ പറയുമ്പോൾ നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരു ഡോക്ടർ തന്നെയാണ് എബി ഫിലിപ്പിന് സഹായിയായിട്ട് അവിടെ നിന്ന് ഹോമിയോപ്പതി മരുന്നുകളുടെ ദോഷങ്ങളെ കുറിച്ച് മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മളുടെ മരുന്ന് വരെ ഇന്ന് വരെ ഒരാളെയും കൊന്നിട്ടില്ല. പക്ഷെ ഇനിയൊട്ട് കൊല്ലാനും പോകുന്നില്ല. ഈ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു അനുഭവത്തിൽ തന്നെ എൻ്റെ മദറില്ല പോലും 20 മുതൽ 30 തുള്ളി വരെ ഡ്രോപ്സ് 3 നേരവും 4 നേരവും ഒക്കെ ആയിട്ട് പലപ്പോഴും കഴിക്കാറുണ്ട്. തുടർച്ചയായിട്ട് കഴിച്ചിട്ടുണ്ട്. ഇതുവരെ ഒരു കിഡ്നി പ്രോബ്ലമോ ഒരു ലിവർ പ്രോബ്ലമോ ഉണ്ടായിട്ടില്ല. കാരണം ഇതുവരെ അതുകൊണ്ട് തന്നെ ഡയബറ്റീസ് വന്നതിന് ശേഷം മറ്റ് ചികിത്സയ്ക്ക് വേണ്ടി പോയിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട്. അപ്പൊ ഈ കിഡ്നി അടിച്ചു പോകുന്ന എല്ലാം ഹോമിയോ മരുന്ന് അല്ലെ ലിവർ അടിച്ചു പോകുന്ന എല്ലാം ഹോമിയോ മരുന്ന് കഴിച്ചിട്ടാണെങ്കിൽ ഇവർക്കൊക്കെ അങ്ങനെ വരേണ്ടതല്ലേ? നമ്മളുടെയൊക്കെ മുന്നിലിരിക്കുന്ന എത്രയോ കുട്ടികൾ, ഒരു കുട്ടിക്ക് പോലും നമുക്ക് അങ്ങനെ കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ തീർച്ചയായും ഈ രീതിയിലുള്ള ഒരു പ്രചരണമാണ് നമ്മൾ നടത്തേണ്ടത്. അത് അധികാരികളുടെ മുന്നിൽ തന്നെ നമ്മൾ എത്തിക്കണം. അത് റിസർച്ച് വർക്കായിട്ട് ചെയ്തിട്ട് റിസർച്ച് രീതിയിൽ തന്നെ നമ്പർ വെച്ച് 100 പേരെ എടുത്തിട്ട് 100 കേസുകൾ ഞങ്ങൾ പഠിച്ചപ്പോൾ ഇത്ര കേസുകളുടെ കിഡ്നി ഡിസീസ് ഉണ്ടായത് ഇന്ന കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് എന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത് പക്ഷെ സാധാരണക്കാരായ രോഗികളുടെ എല്ലാം വിശ്വാസം എനിക്കൊരു കിഡ്നി രോഗം വന്നതായിട്ടാണ്. അതൊരിക്കലും അവർ വിചാരിക്കുന്നില്ല ഇത് ഡോക്ടറുടെ മരുന്ന് കഴിച്ചതിന് ശേഷം എനിക്കുണ്ടായ. എന്നാൽ പല ഡോക്ടർമാരും അത് പറയാറുണ്ട്. ഈ മരുന്നുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഷുഗർ ഭയങ്കരമായിട്ട് കൂടാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പെട്ടെന്ന് ക്രിയാറ്റിൻ കൂടാം, ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ ഭൂരിഭാഗവും രോഗികൾക്കും ഇതൊന്നും സാധാരണക്കാരായ രോഗികൾക്കൊന്നും ഇത് അറിയില്ല. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും വിചാരിക്കുന്നത് ഇപ്പം എൻ്റെ കിഡ്നി എനിക്കെന്തോ പുതിയ കിഡ്നി രോഗം വന്നതാണെന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള അല്ലെ ലിവറിന് രോഗം വന്നതാണെന്നാണ്. അപ്പൊ ഇത് നമ്മൾ മാറ്റാനായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ശ്രമം നടത്തേണ്ടിയിരിക്കുന്നു. അത് പൊതുജനങ്ങളുടെ മുന്നിൽ എത്തിക്കേണ്ട ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇത്രയാണ് ഇതിന്റെ ആമുഖമായിട്ട് എനിക്ക് പറയാം. പിന്നെ അതിന്റെ ശാസ്ത്രീയ വശമൊക്കെ ഡോക്ടർ വേണു കഴിഞ്ഞ പ്രാവശ്യം നല്ല രീതിയിൽ വിവരിച്ചിരുന്നു. അപ്പോൾ ഹോമിയോപ്പതി മരുന്നുകൾ ഒരു കാരണവശാലും ഒരു മനുഷ്യരെയും കൊല്ലില്ല എന്ന് നമുക്ക് പറയാം. പിന്നെ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന പൊട്ടൻസികൾ തന്നെ ഏത് പൊട്ടൻസി ആണെങ്കിൽ പോലും ആ ഒരു പൊട്ടൻസിയും മെഡിസിൻസ് ഒന്നും തന്നെ ഒരു ഡാമേജും ഈ രീതിയിൽ ഉണ്ടാക്കില്ല. നമ്മുടെ മെഡിസിൻ ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് അതുപോലെ തന്നെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അതുകൊണ്ടൊരു നല്ല റിയാക്ഷൻ ഉണ്ടാകുന്നില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ മെഡിസിനൽ അഗ്രിവേഷൻ എന്ന് പറഞ്ഞാൽ പോലും അത് വന്നാൽ വന്ന പോലെ തന്നെ 2 ദിവസം വെയിറ്റ് ചെയ്ത് പോകാറുമുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ വേണു. ഓക്കെ ധനേഷ് ഡോക്ടർ പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. ചെറുത്തുനിൽപ്പ് വളരെ അത്യന്താപേക്ഷിതമാണ്. അത് അറ്റാക്കിലൂടെ ആയാലും അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന പ്രചാരത്തിൽ കൂടെ ആയാലും നമ്മൾ മറുമരുന്ന് കണ്ടുപിടിച്ചേ മതിയാവും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ മിനിമം ഡോസ് ഉപയോഗിക്കുമ്പോൾ ലിവർ പോകുന്നു, കിഡ്നി പോകുന്നു. ആൽക്കഹോളിസം ഹാബിറ്റ് ആയിട്ടുള്ളവർക്ക് ലിവർ പോണില്ല, വളരെ കുറച്ച് പേരൊക്കെ പോണുള്ളൂ. അപ്പൊ പിന്നെ ഈ മൈന്യൂട്ട് ഡോസ് കഴിക്കുന്ന ഹോമിയോ മരുന്ന് കഴിക്കുന്നവരുടെ ലിവർ മരുന്ന് കൊണ്ട് എങ്ങനെ പോകും? അപ്പൊ അത് എല്ലാവർക്കും കുറെ ആളുകൾക്കെങ്കിലും ചിന്തിക്കാനുള്ള കഴിവുണ്ടായിരിക്കും, അവരത് ചിന്തിക്കും എന്ന് വിചാരിക്കും. ഇതിൽ തന്നെ മറ്റൊരു കാര്യമാണ് ഈ ലിവർ സിറോസിസ്. ലിവർ സിറോസിസ് വരുമ്പോഴേ പൊതുവെ എല്ലാവരുടെയും ഒരു ധാരണ അവൻ ഭയങ്കര കള്ളുകുടിയായിരുന്നു. പക്ഷെ ഒരു കള്ളും കുടിക്കാതെ നമ്മുടെ പ്രകാശ് ഡോക്ടറൊക്കെ തന്നെയാണെങ്കിലും ഒരു ലിക്വറും കഴിക്കുന്ന ആളല്ലായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് അത് ജന്മന ഉള്ളതാണെന്ന് വെച്ചാൽ വീട്ടിൽ അവരുടെ പാരമ്പര്യമായിട്ട് അറിഞ്ഞു തന്നെ ഇല്ല. പക്ഷെ ചില ആൾക്കാരിൽ വളരെ റെയറായിട്ട് ഇങ്ങനെയുള്ള ചില അസുഖങ്ങൾ വരാം. ചിലർക്ക് ചില അസുഖങ്ങൾ വരാനുള്ള ടെൻഡൻസി ഉണ്ട്. നമ്മുടെ മമ്മൂട്ടി എത്രത്തോളം ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്ന ആളായിരുന്നു. അതെ, അതാണ്. എന്നിട്ട് അത്രയും ശ്രദ്ധിക്കുന്ന ആൾക്കാർ കാണത്തില്ല. എന്നിട്ടും ഒരു കുടല് സംബന്ധമായ അസുഖം തന്നെ അദ്ദേഹത്തിന് വന്നു, ക്യാൻസർ.
ഈ ആവശ്യത്തിലധികം എക്സസൈസ് ചെയ്യുന്ന ഒരാളാണ്. അതും ഒരു പരിധിവരെ ഇതിനൊക്കെ ദോഷമാകാം. ഉം. ഇപ്പൊ ഒന്നും ഈ ഇന്നത് കഴിക്കുന്നുണ്ടോ അത് കഴിക്കുന്നുണ്ടോ ഒക്കെ ഉള്ള സ്വാധീനങ്ങൾ വളരെ കുറവാണ്. വന്നേക്കാം, പക്ഷെ എങ്കിലും അത് ഒരിക്കലും മരുന്ന് കൊണ്ട് ഒരിക്കലും വരില്ല. അപ്പൊ ഹോമിയോ ഇനി ഇതിന്റെ ആധികാരിക അതെ ധനേഷ് ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അതെ പറഞ്ഞോ. ഹോമിയോ മരുന്ന് കൊണ്ട് ഒരിക്കലും വരില്ല. വരില്ല. കൊണ്ട് വരാം, പക്ഷെ ഹോമിയോ മരുന്ന് കൊണ്ട് ഒരിക്കലും ഇത് ഒരിക്കലും വരില്ല. അത് വെറും ശുദ്ധ മണ്ടത്തരമാണ്. അതില് എന്താണ് അതിൽ സംഭവിക്കുന്നതെന്ന് പോലും അറിയാതിരുന്നിട്ടും അറിഞ്ഞുകൂടാന്ന് ഭാവിച്ച് പറയുക. ഇനി അതിന്റെ ആധികാരികതയെ കുറിച്ചൊക്കെ സംസാരിക്കാൻ നമ്മുടെ വേണുഗോപാൽ സാറിനെ തന്നെ ഞാൻ ക്ഷണിക്കുകയാണ്. സാറേ, ഇന്ന് എന്താണ് നമ്മുടെ ഈ ഡോക്ടർ ബി ഫിലിപ്പൊക്കെ നമ്മുടെ ഹോമിയോ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ലിവർ അടിച്ചു പോകുന്നു, അല്ലെ ലിവർ സിറോസിസ് ഉണ്ടാകുന്നു, ലിവർ ഡാമേജ് ഉണ്ടാക്കുന്നു, അതുപോലെ കിഡ്നി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നത് അതിൽ എത്രത്തോളം ആധികാരികതയുണ്ട്? എന്താണ് സാറിന്റെ അഭിപ്രായം? ആക്ച്വലി അത് ഞാനിവിടെ ഫാർമസിയുടെയും ഈ ആൽക്കഹോളിന്റെയും കാര്യങ്ങളെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിച്ചെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം ആൽക്കഹോള് എത്ര കഴിച്ചാൽ അത് ലിവറിന് ടോക്സിക് ആവും, അത് അറ്റ് എ ടൈം ആണോ, സ്മോൾ ഡോസ് ആണോ, കൺസിക്വൻസ് ഡോസ് ആണോ, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട് ഒരു ക്രോണിക് ആൽക്കഹോളിക് ആയിട്ടുള്ള ആൾ. അപ്പം അയാൾ കഴിക്കുന്ന ആൽക്കഹോള് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ ഈ ആധികാരികമായിട്ടുള്ള ബുക്കിൽ പോലും പറയുന്നുണ്ട് ഒരു ആഴ്ചയിൽ ഒരു 150 ml അല്ലെങ്കിൽ 250 ml ഒക്കെ 320 ml ആൽക്കഹോൾ കഴിച്ചാൽ അത് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, അത് ഹെൽത്തിയർ ആണ് എന്ന് പറയുന്നുണ്ട് ചില ഈ ഫോറൻസൈക്കിൻ്റെ ഒക്കെ ബുക്കിൽ. ഒരാഴ്ചയിൽ പെർമിസബിൾ. അപ്പം നമ്മൾ ഒരു ചെറിയ എമൗണ്ട് ആൽക്കഹോൾ കഴിച്ചാൽ അത് ദോഷം ഉണ്ടാക്കില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ലിവറിൻ്റെ എന്തെങ്കിലും ബേസിക്കലായിട്ട് അവർക്ക് കൺജനിറ്റലായിട്ടോ അല്ലാതെയോ എന്തെങ്കിലും ഒരു ചിലപ്പം ലിവറിനുണ്ടാകുന്ന ഒരുപാട് ലിവർ സെൽ ഡാമേജ് വരാം. അത് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ദോഷം ചെയ്യാം ആൽക്കഹോള്. ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും ചിലർക്ക് ദോഷം ചെയ്യാം. പക്ഷേ ചിലർക്ക് എത്ര എമൗണ്ട് മാഡം പറഞ്ഞാൽ എത്ര കഴിച്ചാലും ഒരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു ലിമിറ്റ് നമുക്ക് പെർമിസബിൾ ലിമിറ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല. എങ്കിലും ഡിപ്പെൻസ് ഓൺ, നമ്മൾ പറയും പോലെ അത് ഇൻഡിവിജ്വാലിറ്റി തന്നെയാണ്. അത് ശരിക്കും ആളിൻ്റെ ആ വ്യക്തിയുടെ ഒരു ടോളറൻസ് ആണ്. നമ്മൾ ഹോമിയോപ്പതി പറയുന്ന അതേ സംഗതി തന്നെ. അപ്പോൾ അത് മെഡിസിൻ ആണെങ്കിലും ആൽക്കഹോൾ ആണെങ്കിലും ഏത് സാധനമാണെങ്കിലും ചില വ്യക്തികൾ എത്ര കഴിച്ചാലും ഒരു പ്രശ്നമില്ല. പക്ഷേ ചിലർക്ക് കുറച്ച് കഴിച്ചാലുണ്ടാകും. അത് അവരുടെ ആ ഒരു സസെപ്റ്റബിലിറ്റിയാണ്. അപ്പോൾ അത് സസെപ്റ്റബിലിറ്റി നമ്മൾ പറയുന്നത് അത് തന്നെയാണ് ശരിക്കും അത് ലിവർ ഡാമേജും ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ അത് കഴിക്കുമ്പോൾ അതിന് കഴിക്കേണ്ടതായ ചില രീതികളുണ്ട്. ഇപ്പോൾ ചിലർ നമ്മൾ തന്നെ പറയുന്നുണ്ട് ആൽക്കഹോൾ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഫുഡ് ഇപ്പോൾ നല്ല ഫാറ്റി ഫുഡ് കഴിച്ചാൽ അതിൻ്റെ അബ്സോർപ്ഷൻ കുറയും. അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് നല്ല ഒരു പ്രോട്ടീൻസ് ആയിട്ടുള്ള നല്ല ഒരു ഫുഡ് കൂടെ കഴിച്ചാൽ അതിൻ്റെ അബ്സോർപ്ഷൻ സ്ലോ ആകും. അപ്പോൾ അങ്ങനെ ആൽക്കഹോൾ വളരെ നമ്മൾ കഴിച്ചാൽ ഒരു 15-20 മിനിറ്റിനകത്ത് തന്നെ അത് കംപ്ലീറ്റ് അബ്സോർബ് ആകും. ഡൈജഷൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് അബ്സോർബ് ആകുന്നുണ്ട്. ഇങ്ങനെ അബ്സോർബ് ആകുന്ന ആൽക്കഹോൾ പെട്ടെന്ന് തന്നെ ലിവറിൽ മെറ്റബോളൈസ് ചെയ്യും. അവിടെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കെമിസ്ട്രി ഒന്നും ഞാൻ പറയാൻ പോകുന്നില്ല, എനിക്ക് അത്രയ്ക്ക് അതിനെക്കുറിച്ചുള്ള ഗ്രാഹ്യമില്ല. എങ്കിലും ഞാൻ പറയുകയാണ് ആ ലിവറിലുണ്ടാകുന്ന മെറ്റബോളിസത്തിൽ ലിവറിനകത്ത് ഒരുപാട് എൻസൈംസ് ഉണ്ട്. ആ എൻസൈംസ് ആണ് ഇതിനെ കൺവേർട്ട് ചെയ്ത് ഇങ്ങനെയാക്കുന്ന ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് അങ്ങനെ ഒരുപാട് സാധനമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിനെ കൺവേർട്ട് ചെയ്ത് നമ്മുടെ എനർജി ആക്കുകയോ ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അത് ഈ പ്രോസസ്സിൽ എന്തെങ്കിലും ബ്ലോക്ക്, ആ എൻസൈമിൻ്റെ കുറവോ അങ്ങനെ പല പ്രശ്നങ്ങളുകൊണ്ടും അത് ലിവറിന് ഡാമേജ് ഉണ്ടാക്കും. തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഡാമേജ് ഉണ്ടാക്കും. ചിലർക്ക് അത്ര കണ്ടിന്യൂസ് കഴിക്കേണ്ട, വളരെ കുറച്ച് കഴിച്ചാൽ പോലും ചിലപ്പോൾ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഇങ്ങനെ ഒരു കാര്യം. പിന്നെയുള്ളത് നമ്മൾ ഈ ഇവിടെ പരാമർശിക്കേണ്ട വിഷയം ഇതൊന്നുമല്ല, അവർക്ക് ലിവറിന് അസുഖം ഉണ്ടാക്കുമോ എന്നുള്ളതിൻ്റെ അല്ല. അതിപ്പോൾ ഹോമിയോ മരുന്ന് മാത്രമല്ല, അലോപ്പതിയിലെ മിക്കവാറും ഏത് മരുന്ന് കഴിച്ചാലും ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാകും. പാരാസെറ്റമോൾ തൊട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു പാരാസെറ്റമോൾ ഒരു 250 മില്ലിഗ്രാം പാരാസെറ്റമോൾ എടുത്ത് പൊടിച്ചു കൊടുത്താൽ ഒരു എലിയെ കൊല്ലാൻ പറ്റും, ചോറിനകത്ത് കുഴച്ച് വെച്ചാൽ. ഇത് നമുക്കറിയാം. അപ്പോൾ പാരാസെറ്റമോൾ ഹൈലി ഹെപ്പറ്റോടോക്സിക് ആണ്. ഇതുപോലെ അലോപ്പതിയിൽ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്സ് ഇങ്ങനെ എല്ലാ സാധനവും തന്നെ ഹെപ്പറ്റോടോക്സിക് ആണ്. അതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റഡീസ് ഇൻഡെക്സ് ജേർണലിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ
ഇതൊന്നും ആരും എടുത്ത് പറയുന്നില്ല. ഈ പറയുന്ന എബി ഫിലിപ്പോ ഒന്നും അവരുടെ ആ പ്രശ്നങ്ങൾ പറയുന്നില്ല. മറിച്ച് ഈ ഹോമിയോപ്പതിയെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വരുന്നതിൻ്റെ പുറകിൽ ഉള്ള ഉദ്ദേശം എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്. ഈ സംഭവം ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഡ്രൈവറുടെ കേസ് പോലും ഒരു ഫാബ്രിക്കേറ്റഡ് സംഭവമാണെന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ വന്നൊരു സംഭവം ഈ ഇതിനെക്കുറിച്ച്, ഇതല്ല, ആൽക്കഹോളിൻ്റെ കൺസംഷനെ കുറിച്ചും ഹോമിയോപ്പതി, പ്രത്യേകിച്ച് ഹോമിയോപ്പതിയാണ് അവർ പരാമർശിച്ചിട്ടുള്ളത്. അതുപോലെ ആയുർവേദം, ഈ മരുന്നുകൾ ഉപയോഗിക്കുന്ന ആൽക്കഹോളിൻ്റെ കോൺസെൻട്രേഷൻ അത് ഒരുപാട് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. മദർ ടിഞ്ചറായിട്ടൊക്കെ അവർ ഒരുപാട് യൂസ്ഫുൾ ചെയ്യുന്നുണ്ട്, ഗുജറാത്ത് പോലുള്ള സ്ഥലത്തൊക്കെ. ഞാൻ ആ സാധനം നമ്മുടെ IFPHൻ്റെ 2-3 ഗ്രൂപ്പിലേക്ക്, എനിക്ക് എല്ലാ ഗ്രൂപ്പിലും അയക്കാൻ പറ്റില്ല, അയക്കാവുന്ന ഗ്രൂപ്പിലേക്കൊക്കെ ഞാൻ അയച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് മുമ്പ്. അപ്പോൾ അത് ഹിന്ദുവിൽ വന്ന എഡിറ്റോറിയൽ വന്നൊരു സംഭവമാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ്. അപ്പോൾ ഹോമിയോപ്പതിയെ ടാർഗറ്റ് ചെയ്ത് ഈ IMA, എബി ഫിലിപ്പ്, ഇങ്ങനെ ഒരുപാട് ഈ നാഷണൽ ഡ്രഗ് ഇൻഡസ്ട്രീസ് ഒക്കെ ഇപ്പം, കാരണം അവർക്കൊരു വെല്ലുവിളി ഉയർത്തുന്ന ഒരു സിസ്റ്റമായിട്ട് ഹോമിയോപ്പതി വരുന്നുണ്ട്. നമ്മൾ കേരളത്തിൽ തന്നെ എടുത്താൽ മിക്കവാറും നിങ്ങളൊക്കെ ഗവൺമെൻറ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഗവൺമെൻറ് ഒരുപാട് ഈ ഗവൺമെൻറ് ബിസിനസ് ഒരുപാട് പിന്നെ അഡ്വാൻസ്മെൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഇൻഫെർട്ടിലിറ്റി ഒക്കെ അവരുടെ മേഖലയിലേക്ക് കൈവച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അവരെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ലിവർ ഡിസീസിലും കാൽക്കുലസ്, പിന്നെ പാൻക്രിയാറ്റിക് ഡിസീസിലും ഒക്കെ ഒരുപാട് റിസൾട്ട് പല ഡോക്ടേഴ്സിനും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഇവർക്കൊരു വിഷമമുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അതിനെ റീഡയറക്റ്റ് ചെയ്ത് നമ്മളെ ബ്ലെയിം ചെയ്യാനായിട്ടുള്ള ഒരു കാരണം. പിന്നെ രണ്ടാമത്, ഞാൻ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഹോമിയോപ്പതി തന്നെ ഹോമിയോ മരുന്നെല്ലാം നമുക്ക് ഉപയോഗിക്കുന്ന മരുന്നെല്ലാം അതിൻ്റേതായ ചില പരിമിതികളുണ്ട്. നമ്മൾ ഹനുമാൻ പറഞ്ഞ മിനിമം ഡോസ്, അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ മദർ ടിഞ്ചർ തന്നെ ഉപയോഗിക്കുമ്പോൾ പല മദർ ടിഞ്ചറിൻ്റെയും കോൺസെൻട്രേഷൻ, നമുക്ക് തന്നെ നമ്മുടെ പല മരുന്നും 6x താഴെ ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ 3x താഴെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് ഓഫ് മരുന്നുണ്ട്. പക്ഷേ ഞാനൊരിക്കൽ ഏതോ ഒരു സെമിനാറിൽ കേട്ടു ലാക്ടസിസ് ടിഞ്ചർ ഉപയോഗിച്ചെന്ന് ഏതോ ഒരു ഡോക്ടർ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ എനിക്കത് തോന്നി, ഇത് എങ്ങനെയാണ് ലാക്ടസിസ് ടിഞ്ചർ അല്ലെങ്കിൽ ആർസനിക് ആൽബ് 3x ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് സ്ലോ പോയ്സണിങ് ആണ്, അത് തീർച്ചയായിട്ടും ഉണ്ടാക്കാം. അങ്ങനെ ഉപയോഗിക്കുന്നത് അങ്ങനെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പം ഒരു ബ്ലെയിം ചെയ്യാനായിട്ടുള്ള ഒരു കാരണമാകാം, ഈ പ്രിസ്ക്രിപ്ഷനും കൊണ്ട് ഏതൊരു പേഷ്യൻ്റ് ചെല്ലുവാണെങ്കിൽ. അല്ലാതെ നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് ഒരു ഹോമിയോപ്പതിക് പ്രിൻസിപ്പിൾ അനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഒരു ദോഷം ഉണ്ടാക്കില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളതുകൊണ്ടാണ് ഹനുമാൻ മിനിമം ഡോസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഫിലോസഫി തന്നെ പറയുന്നത്. അപ്പം പിന്നെ ഒരാൾക്ക് എന്തുമാത്രം ആൽക്കഹോൾ കഴിച്ചാൽ, ഇപ്പോൾ നമുക്കുണ്ടായ പ്രശ്നം ഒരു ഡ്രൈവറുടെ പ്രോബ്ലമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഫാബ്രിക് ആ കാര്യത്തിൽ IFPH അല്ലെങ്കിൽ IHK ഏത് സംഘടനയാണെങ്കിലും ഈ പറഞ്ഞ സ്ഥലത്ത് ഈ പ്രത്യേക ഈ ഡ്രൈവറെ കണ്ടിട്ട് അയാൾ എന്ത് മരുന്നാണ് കഴിച്ചത്, മദർ ടിഞ്ചർ ആണോ അതോ ഒരു പിന്നെ ഈ പൊട്ടൻസി ആണോ അതോ പൗഡർ ഡോസ് ആണോ, നമ്മുടെ ആ ഡോസിനെ കുറിച്ചുള്ള ആ അറിവുണ്ടാക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് എത്രമാത്രം കഴിച്ചു. ഇനി അഥവാ ഒരു ഡ്രോപ്പ് ഒഴിച്ചാൽ പോലും ചിലപ്പോൾ ഇപ്പോഴത്തെ മോഡേൺ ആയിട്ടുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടെക്നിക്സ് ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ അതിൻ്റെ ടെക്നോളജി, ഈ സെൻസർ, നല്ല സെൻസറൊക്കെ ഉള്ള പിന്നെ ഈ ഒരുപാട് ധാരാളം ഉപകരണങ്ങളുണ്ട്. അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോഴത്തേക്കും വളരെ സെൻസിറ്റീവ് ആയിട്ട് തന്നെ ചെറിയ എമൗണ്ട് ഉണ്ടെങ്കിൽ പോലും അറിയാൻ പറ്റും. പക്ഷേ അത് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും അത് കാണത്തില്ല. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ഇപ്പോൾ ഡയബറ്റീസ് ഉള്ളവർക്ക് ഡയബറ്റിക് കീറ്റോസിഡോസ് എന്നുള്ള കണ്ടീഷനിലും അവിടെ കീറ്റോൺ ബോഡീസ് അസിഡിക്കാണ്, അതും ഈ ഫാൾസ് നെഗറ്റീവ് ടെസ്റ്റുകൾ ഉണ്ടാകാം. അതുപോലെ ഫെർമെൻറ്റേഷൻ, നമ്മൾ ശരീരത്തിൽ നടക്കുന്ന ചില ഫെർമെൻറ്റേഷൻ റിയാക്ഷൻസ്, ചിലർക്ക് ഈ പുളിസേർട്ട് അങ്ങനെയുള്ള ഫെർമെൻറ്റേഷൻ റിയാക്ഷൻ വന്നാൽ പോലും അതിലും ആൽക്കഹോളിൻ്റെ പ്രസൻസ് ആണ്, അത് വായിലേക്ക് വരാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരു ഫാൾസ് നെഗറ്റീവ് ടെസ്റ്റ് കാണിക്കുക. അവർ ഇഷ്ടംപോലെ അവർ തന്നെ പറയുന്നുണ്ട് ഏതെല്ലാം കണ്ടീഷനിലും ഫാൾസ് നെഗറ്റീവ് ടെസ്റ്റുകൾ കാണിക്കാറ്. അപ്പം ബ്ലഡിലെ കോൺസെൻട്രേഷൻ നോക്കുക എന്നുള്ളതാണ് ഒരു ഫൈനലായിട്ട് എല്ലാത്തിനും പറയുന്നത്. ഫൈനലായിട്ട് നമ്മൾ ബ്ലഡിലെ കോൺസെൻട്രേഷൻ നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഇവർ ടോക്സിക്, അതായത് ഒരു ഡ്രൈവർ ഉപയോഗിക്കുന്ന ഡ്രഗ് അതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് ഇന്ത്യയിൽ തന്നെ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. നമ്മളൊരു ഡ്രൈവർ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര ml ആൽക്കഹോൾ ഉപയോഗിക്കാമെന്നൊക്കെ നമ്മുടെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പം ഇപ്പോൾ ഓരോ ആൽക്കഹോൾ, ഇപ്പോൾ
റമ്മിലാണെങ്കിൽ ഒരു 50-60% ആൽക്കഹോൾ ഉണ്ട്. അതേപോലെ വോഡ്കയിലാണെങ്കിൽ 60-65%, ഇങ്ങനെ പല ഡ്രിങ്ക്സ് ഉണ്ട്. പക്ഷേ ഈ ബിയറിലൊക്കെ കുറവാണ്, 4-8% ഉള്ളൂ. ഷാമ്പെയിൻ ഇതിലൊക്കെ കുറച്ച് കുറവാണ്. അപ്പോൾ ആ ഓരോ കഴിക്കുന്ന സാധനത്തിൻ്റെ ആ ഒരു സ്ട്രെങ്ത്, അതിനകത്തുള്ള പെർസെൻറ്റേജ് ഇതൊക്കെ അറിഞ്ഞെങ്കിൽ നമുക്ക് ഒരു ടോക്സിക് ലെവലിലോട്ട് ഇത് പോകുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കത്തുള്ളൂ. അപ്പോൾ അത് ഒരു ഡ്രിങ്ക് 1 to 2 ഡ്രിങ്ക് പെർ ഡേയ്സ്, അത് അലോട്ടഡ് ആണ്. കൺസംഷൻ ഓഫ് 1 to 2 ഡ്രിങ്ക്സ് പെർ ഡേ. അതായത് ഒരു 45 ml സ്പിരിറ്റ്, ഒരു ആൽക്കഹോള് നമുക്ക് ഒരു 1 സ്റ്റാൻഡേർഡ് ഡ്രിങ്കായിട്ട് ഉപയോഗിക്കാം. അപ്പം അങ്ങനെ വേണമെങ്കിൽ കഴിക്കാവുന്നവരെ പല ബുക്കിലും ആധികാരികമായിട്ട് പറയുന്നുണ്ട്. അത് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്കാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഒരുപാട് തണുപ്പൊക്കെയുള്ള സ്ഥലത്ത് ഒരുപാട് എനർജി വേണം. അപ്പോൾ ആൽക്കഹോൾ ഒരുപാട് എനർജി പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ അത് പെർമിസിബിൾ ആണ്. അതുകൊണ്ടാണ്. പക്ഷേ മറ്റൊരു ഇന്ത്യയെ പോലുള്ളൊരു കൺട്രിയിൽ വളരെ എക്കണോമിക്കലി പൂറായിട്ടുള്ള ആൾക്കാർ ഒരു ഫുഡും കഴിക്കാതെ ഈ ജോലിയൊക്കെ ചെയ്തിട്ട് പോയിട്ട് ആൽക്കഹോൾ കഴിക്കുമ്പോൾ അത് ഡെഫിനറ്റായിട്ടും അവർക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ടാകും. ഇതൊക്കെയാണ് ബേസിക്കലായിട്ട് പറയാനുള്ളത്. ഹോമിയോപ്പതിയിൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഇന്നലെ ഞാൻ ആ കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, എന്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം തന്നെ ഒരു പ്രിസർവേറ്റീവ് ആയിട്ട് ആണ്. സാധാരണ പ്രിസർവേറ്റീവ് അതിൻ്റെ ഒരു വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ പ്രിസർവേറ്റീവ് ആണ്. ഒരു ഏത് പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ ആനിമൽസിൻ്റെയൊക്കെ ആ കണ്ടൻസ്, ഇതിൻ്റെ അകത്തുള്ള ആക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ആൽക്കഹോൾ ഉപയോഗിക്കുന്നത്. പിന്നെ നല്ല പ്രിസർവേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അല്ലാതെ നമുക്ക് ആളുകൾക്ക് ഒരു ഇൻടോക്സിക്ക് വേറെ ഒരു പർപ്പസും അതിനകത്തില്ല. അപ്പോൾ അതിൽ ചെല്ലുന്ന വളരെ ഒരു ചെറിയ ശതമാനം ആൽക്കഹോൾ മാത്രമേ നമ്മുടെ ഒരു മരുന്നിൽ കൂടെ ഒരാൾ കഴിക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ എന്താണ് തെറ്റ്? ഈ തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് അവർ പറയുന്ന തെറ്റിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ അതിന് വേണ്ടി ഒരു ടീമായിട്ട് മുമ്പോട്ട് പോകണം. ഞാൻ തന്നെ ഇവിടുത്തെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലും ഈ സംഭവം കണ്ടതിന് ശേഷം അതുപോലെ ഫാർമസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. നമുക്കിതൊരു സ്റ്റഡി നടത്തണം. ഒരു ആൽക്കഹോൾ ബ്രത്ത് അനലൈസർ വാങ്ങിയിട്ട് നമ്മൾ കൊടുക്കുന്ന മരുന്നിൻ്റെ ഒരു റിസർച്ച് സ്റ്റഡി പോലെ നടത്താൻ പറ്റും കുറേ പേഷ്യൻസിൽ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റിസർച്ച് വിങ് അവർ അംഗീകരിച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാവർക്കും ചെയ്യാം. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും സംശയമായിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. എനിക്കറിയാവുന്ന ഉത്തരങ്ങളെ ഉണ്ടാവും. ഓക്കെ വേണുഗോപാൽ സാറ്, ഇനി നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടെങ്കിൽ സാറിനോട് നമുക്ക് ചോദിക്കാം. ഒരു ചർച്ചയായിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എല്ലാവരുടെയും ആശങ്കകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പങ്കുവയ്ക്കും. ആദ്യമായിട്ട് മനോജ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മനോജ് ഡോക്ടറെ ക്ഷണിക്കും. നന്ദി ശൈല ഡോക്ടറെ. വേണുഗോപാൽ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളില് ഇപ്പം നമ്മൾ ആദ്യം ധനേഷ് ഡോക്ടർ കാര്യം പറഞ്ഞ ഈ ആൽക്കഹോള് എത്ര ഇൻഫ്ലുവൻഷ്യൽ ആണെന്നുള്ളത്, അതൊക്കെ നമ്മൾ ക്രോണിക് ഡിസീസ് വായിച്ചു നോക്കി അറിയാം. അതിനകത്ത് സാമ്പൂർ ഹനുമാൻ അത് പറയുന്നുണ്ട്. അതായത് ഹോമിയോപ്പതിയുടെ എന്താ പറയുക മെറിറ്റ് കളയാനായിട്ട് ഈ പറഞ്ഞ പോലെ ഡയറ്റും റെജിമെനും കൊണ്ട് കൺട്രോൾ ചെയ്താൽ ക്രോണിക് ഡിസീസ് പ്രിവെന്റ് ചെയ്യാൻ ചില ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. മയാസ്മാറ്റിക് ആണെങ്കിൽ അറിയല്ല, ക്രോണിക് ഡിസീസിന്റെ കോസ് എന്താണ്? അത് എക്സൈറ്റിംഗ് കോസും മെയിൻറ്റെയിനിങ് കോസും അല്ല. അവിടെ ഫണ്ടമെന്റൽ കോസ് മയാസമാണ്. അപ്പൊ ഒരു ഹോമിയോപ്പതി ഡോക്ടർ മറിച്ച് ചിന്തിക്കേണ്ട കാര്യം ഇല്ല. നമുക്ക് പകർത്തി നമ്മൾ അറിയുന്ന കാര്യമാണുള്ളത്. പിന്നെ വേറെ കാര്യം പറയുന്നത് ഇതിപ്പോ നേരത്തെ പറഞ്ഞല്ലോ, ആൽക്കഹോൾ നമ്മൾ മുമ്പ് ഫോറൻസിക് മെഡിസിൻ പഠിച്ചതിന്റെ ഓർമ്മ വെച്ച് പറയുകയാണ്. അതായത് ഇന്ത്യയിൽ ഒരു ബ്ലഡിൽ ആൽക്കഹോളിക് ലെവൽ എത്രത്തോളം ഉണ്ട് എന്നുള്ള ഇത് ഇന്ത്യ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പഴയ ഫോറൻസിക് മെഡിസിന്റെ മോഡിയോ ടെക്സ്റ്റ് ബുക്ക് നോക്കി അറിയാം. നേരെ വാർത്തയിൽ പറയുന്നത് ഡ്രഗിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് അപകടം ഉണ്ടാക്കിയാൽ അങ്ങനെ കേസ് പറയുന്നത്. അപ്പൊ അത് കൂടുതൽ നിയമ വിദഗ്ധർ പറയേണ്ട കാര്യമാണ്. പിന്നെ രണ്ടാമത് ഡോക്ടർ പറഞ്ഞ കാര്യം എത്രത്തോളം ഈ ബ്രീത്ത് അനലൈസർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ടെക്നിക്കൽ എക്സ്പേർട്ടിന്റെ ഒരു ഒപ്പീനിയൻ അവിടെ ആവശ്യമുണ്ട്. പിന്നെ വേറെ കാര്യം പറഞ്ഞ നമ്മൾ സ്റ്റഡിയുടെ കാര്യം പറയാനുണ്ടായി. എങ്ങനെ ആരാ സ്റ്റഡി ചെയ്യുന്നത്? ക്വാളിഫൈഡ് പേഴ്സൺ സ്റ്റഡി ചെയ്തിട്ടേ കാര്യമുള്ളൂ. അനാലിസിസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തണമെങ്കിൽ ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ വേണം അതിനെ ഇത് ചെയ്യേണ്ടത്.
അതുപോലെ ഈ നേരത്തെ പറഞ്ഞ ഇത് ഡയാലിസിനെ കുറിച്ച് ഏതെങ്കിലും ഒരു ഏജൻസിയെ കൊണ്ട് ചെയ്യിക്കുക, സ്റ്റഡി ചെയ്യിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യം നമ്മൾ തിങ്കിങ്ങിൽ അഡ്വാൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളിരുന്ന് എന്തെങ്കിലും കാര്യം പറഞ്ഞ അർത്ഥമില്ല. അത് എങ്ങനെ ചെയ്യാം, ആരെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ള കാര്യം കൂടി നമ്മൾ പരിഗണിക്കാൻ എനിക്ക് തോന്നുന്നത്. എന്നാലും ഈ ആൽക്കഹോളിന്റെ ഇൻഫ്ലുവൻസ് പറയുമ്പോൾ ഡയറ്റ് റെജിമെനിൽ ഹനുമാൻ ഇങ്ങനെ പറയുന്നത്. പിന്നെ നമുക്കറിയാം ഒരു 20 മില്ലി 20 ഡ്രോപ്സ് ഒരു ml ആയിട്ട് കണക്കാക്കുമ്പോൾ നമുക്കറിയാം എത്രത്തോളമാണ് ക്വാണ്ടിറ്റി വരുന്നതെന്നുള്ളത്. അപ്പൊ അതൊരിക്കലും ശരിയല്ല. പക്ഷെ തിരിച്ച് പറയാമെങ്കിൽ ഓതറൈസ്ഡ് പേഴ്സൺസ്, ഇപ്പൊ വേണുഗോപാൽ ഡോക്ടർക്ക് പറയാം, കാരണം കോളേജിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ്, അദ്ദേഹത്തിന്റെ പറയാം. മാത്രമല്ല ഇതെല്ലാം ചേർത്തിട്ട് സെൻട്രൽ കൗൺസിൽ പോലുള്ള ഹയർ ബോഡി കറക്റ്റ് റെസ്പോണ്ട് ചെയ്യണം. ഇതാണ് ചെയ്യുന്നില്ല. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഈ ഒരു സൂമിനെ കുറിച്ച് ദിവസങ്ങളായിട്ട് റെസ്പോണ്ട് ചെയ്യാത്ത നമ്മൾ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആരും അറിഞ്ഞില്ല എന്ന് പറയുകയും ചെയ്യും. അപ്പൊ ആ ഒരു ലെത്താർജി ഹോമിയോപ്പതി കമ്മ്യൂണിറ്റിയിൽ വളരെയധികം ഉണ്ടെന്ന് എനിക്ക് പറയേണ്ടതുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. അതായത് ഈ 10-ാം തീയതി 2 പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഒന്ന് ഓഫ്ലൈൻ പ്രോഗ്രാമാണ്. കേരള കൗമുദി ബോധപൂർവ്വ ക്ലബും IFPH സംയുക്തമായിട്ട് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഒരു ഓഫ്ലൈൻ പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഡോക്ടർ ബിന്ദു പുൽപ്പറമ്പിലാണ് ഹോമിയോപ്പതിയെ കുറിച്ച് സംസാരിക്കുന്നത്. അത് 10-ാം തീയതി രാവിലെ 10 മണിക്ക് അരുവിപ്പുറത്തുള്ള സ്കൂളിൽ വെച്ചിട്ടാണ്. ശിവഗിരി സെൻട്രൽ സ്കൂൾ അരുവിപ്പുറം, നെയ്യാറ്റിൻകര. രണ്ടാമതൊരെണ്ണം IFPHന്റെ ഓൺലൈൻ പ്രോഗ്രാം, പതിവ് പ്രോഗ്രാമാണ്. അതായത് സാമുൽ ഹനുമാൻ ജന്മദിനം അത് ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ അജയകുമാർ, കാർഡിയോളജിസ്റ്റ് ആണ്, സീനിയർ കൺസൾട്ടന്റ് ആണ്, നേമത്തെ വിദ്യാരാജ കോളേജിന്റെ മാനേജറാണ്. അതില് പ്രഭാഷണം നടത്തുന്നത് ശ്രീമതി മോജിത, ഒരു യൂട്യൂബറാണ്. അപ്പൊ ഹോമിയോപ്പതി ഫീൽഡിൽ അല്ലാത്ത ആൾക്കാർ ഹോമിയോയെ കുറിച്ച് പറയുമ്പോഴാണ് അതിന് കൂടുതൽ ക്രെഡിബിലിറ്റി ഉണ്ടാകുന്നത്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ശൈല ഡോക്ടർ മ്യൂട്ടാണേ. നന്ദി മനോജ് ഡോക്ടറെ. അപ്പൊ എന്തായാലും അനൗൺസ്മെന്റും കഴിഞ്ഞു. നല്ല കാര്യം. കാരണം മനോജ് ഡോക്ടറൊക്കെ ആകുമ്പോൾ തിരുവനന്തപുരത്തെ പ്രോഗ്രാമിനെ കുറിച്ച് കറക്റ്റായിട്ട് വ്യക്തമായും പറയാൻ കഴിയും. എന്തായാലും ഡോക്ടർ അത് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിന് പറ്റുന്നവരെല്ലാം ഈ 2 പ്രോഗ്രാമിൽ പറ്റുന്നവരല്ല, കൂടുതൽ പേര് നമ്മുടെ സൂമിലെ പ്രോഗ്രാമിന് തിരുവനന്തപുരത്തുള്ളവർക്ക്, മനസ്സുള്ളവർക്ക് തിരുവനന്തപുരത്ത് ആ ഓഫ്ലൈൻ പ്രോഗ്രാമിന് പങ്കെടുക്കാവുന്നതാണ്. നമുക്കിനി വീണ്ടും ചർച്ചയിലേക്ക് പോകാം. ഡോക്ടർ ഷാജി ജി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിച്ചോളൂ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഹലോ. കേൾക്കാം ഡോക്ടർ. കേൾക്കാം. ഇപ്പൊ ഞാന് ഇത് വേണുമായിട്ട് ഇന്നലെ ഡോക്ടറുമായിട്ട് ഞാൻ ചർച്ച ചെയ്തിരുന്നു. അപ്പൊ ഈ ഒരു ഡ്രൈവർ മരുന്ന് കൊടുത്തു ആൽക്കഹോൾ കഴിച്ചു എന്നുള്ള ഒരു മാനിപ്പുലേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാര്യം നമ്മളിതില് ഹോമിയോപ്പതിയില് ഇവര് പെർമിസിബിൾ ആയിട്ടുള്ള ഡ്രൈവർക്ക് പെർമിസിബിൾ ആയിട്ട് ഒരു ഡോസ് എന്ന് പറയുന്നത് 0.03% എന്ന് പറഞ്ഞാൽ 30 മില്ലിഗ്രാം പെർ 100 ml ബ്ലഡ് എന്നുള്ളതാണ് ഇതില് ലീഗലായിട്ട് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളെ ബോഡിയിൽ 5 ലിറ്റർ ഒരു ശരാശരി ഒരാൾക്ക് 5 ലിറ്റർ ബ്ലഡ് ഉണ്ടെങ്കിൽ അത് 30 ഗുണം 100, അപ്പം 1 ലിറ്റർ ആവും. അപ്പൊ 5 ലിറ്റർ ആവും 1500 മില്ലിഗ്രാം വരുമ്പോൾ മാത്രമേ അത് ഒരു ഡ്രൈവർക്ക് പെർമിസബിൾ ആയ ഒരു ഡോസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഏതാണ്ട് 25 ml കൂടുതൽ ആൽക്കഹോൾ ഒരുമിച്ച് കഴിച്ചാൽ മാത്രമേ ഈ ബ്രെത്ത് അനാലിസിസിൽ പോസിറ്റീവ് ആവുമെന്നാണ് ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ കഴിച്ച ആൾ എത്ര കഴിച്ചു എന്നുള്ളത് അറിഞ്ഞിട്ട് ഇത് നമ്മൾ ഒരു പില്ലറ്റോ അല്ലെങ്കിൽ ഒരു 5 ml 10 ml ടിഞ്ചർ കഴിച്ചാൽ യാതൊരു കാരണവശാലും ഈ ബ്രെത്ത് അനാലിസിസിൽ പോസിറ്റീവ് ആകില്ല എന്നുള്ളതാണ് നമ്മൾ ശാസ്ത്രീയമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇങ്ങനെയുള്ള ഒരു കേസിൽ നമ്മൾ ശരിക്കും നമ്മുടെ സംഘടന എന്നുള്ള രീതിയിൽ ഇപ്പൊ മനോജ് ഡോക്ടർ പറഞ്ഞു, ആധികാരികമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ വേണു ഡോക്ടറെ പോലുള്ള ഫാർമസിയിലുള്ള ആൾക്കാർക്ക് പറ്റും. അത് ശരിക്കും ഇങ്ങനൊരു ഡോക്യുമെന്റ്സ് നമ്മൾ സ്റ്റാറ്റിക്കൽ സ്റ്റഡി ഇത്രയും ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പെർമിസിബിൾ ആ ഒരു പെർസെൻറ്റേജ് കവർ ചെയ്യുന്നില്ല എന്ന് സയൻസിന്റെ ഇതിൽ തന്നെ നമുക്ക് പറ്റും. ഇത് നമ്മൾ
ഒരു സ്റ്റാറ്റിക് സ്റ്റഡി നടത്തിയതിന് ശേഷം ഇത് കോടതിയിൽ പോയി ഈ ഫിലിപ്പ് അഗസ്റ്റിനെ പ്രതിയാക്കി നമ്മൾ കേസ് കൊടുക്കണം. കാര്യം ഇത്രയും ഒരു ഡോസ് കഴിച്ചു കഴിഞ്ഞാൽ ഇത് പിന്നെ നമ്മൾ ഈ പെർമിസിബിൾ ഡോസിന് അപ്പുറത്തല്ല എന്ന് നമുക്ക് വ്യക്തമായി ഈ നമ്മളെ നമ്മൾ പിന്നെ സയൻസിന്റെ ഇതിൽ തന്നെ പറയുന്നുണ്ട്. അത് വെച്ച് തന്നെ നമ്മൾ തിരിച്ച് കോടതിയിൽ അവരെക്കെതിരായിട്ട് ഫയൽ ചെയ്യണം, നമ്മളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയാണ് എന്ന്. നമ്മളെ സംഘടനയല്ല, ഈ ഹോമിയോപ്പതിയുടെ എല്ലാ സംഘടനയും ഒരുമിച്ച് ചേർന്ന് ഫയൽ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളൊരു 10 ഡോസോ അതാണ് എത്ര ഡോസ് കഴിച്ചു, ഇപ്പൊ ഒരു കുപ്പി എടുത്ത് കഴിച്ചുവെങ്കിൽ ചിലപ്പോൾ ശരിയായിരിക്കും. അതല്ല, ഹോമിയോ മെഡിസിന്റെ ആ പ്രിൻസിപ്പിൾ അനുസരിച്ച് കഴിക്കുവാണെങ്കിൽ യാതൊരു കാരണവശാലും ഒരു 10 തുള്ളി കഴിച്ചു കഴിഞ്ഞാൽ ഈ പെർമിസിബിൾ ഡോസിന് അപ്പുറത്താകുന്നില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാമെന്നുള്ളത് അത് കോടതിയെ ധരിപ്പിച്ച് ഈ വാദിച്ചവരെ പ്രതിയാക്കി നമ്മൾ കോടതിയെ കയറ്റി അത് പബ്ലിക്കിന് മീഡിയയിൽ തന്നെ വരണം. ഇത് അവർക്ക് ശിക്ഷ കൊടുക്കണമെന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ എടുക്കണമെങ്കിൽ ഈ നമ്മളെ സംഘടനയൊന്നല്ല, എല്ലാ സംഘടനയും ഒരുമിച്ച് ചേർന്നിരുന്ന് എന്തെങ്കിലും ഒരു സ്റ്റാറ്റിക്കൽ സ്റ്റഡി, ഞാൻ വേണു ഡോക്ടറെങ്കിലും ഇത് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞ എങ്ങനെങ്കിലും അവിടെ പോയി ആ ഡ്രൈവർക്ക് ഇപ്പോൾ അറിയാതെ പോയി അയാൾ എങ്ങനെയാ കഴിച്ചതെന്നുള്ളത് വീഡിയോ റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്രയും അവർ പറയും, ചിലപ്പോൾ ഞാൻ ഒരു പെല്ലറ്റാ കഴിച്ചത് അല്ലെങ്കിൽ 10 തുള്ളിയാ കഴിച്ചതെന്ന് പറയുന്ന ആ ഒരു ഡോസും ഇതിന്റെ പെർമിസിബിൾ ഡോസ് കടക്കത്തില്ല എന്നുള്ളത് ഒരു സ്റ്റഡി പോലെ നടത്തി അത് കോടതിയിൽ ഹാജരാക്കാമെങ്കിൽ മാത്രമേ, അല്ല നമ്മൾ പേടിച്ച് നിന്നിട്ട് കാര്യമില്ല. അറ്റാക്ക് ചെയ്യുമ്പം പിന്നെ ധനേഷ് ഡോക്ടർ പറയാനൊക്കെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യണം. അങ്ങനെ ആണെങ്കിൽ ഇതിനെ നമുക്ക് ചെറുക്കാൻ പറ്റും. അത് പബ്ലിക്ക് തന്നെ മനസ്സിലാവും ഇത് ഫേബ്രിക്കേറ്റഡ് ഉള്ള കേസാണെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ നമുക്ക് ഇതിനെ ആ വടി കൊണ്ട് തന്നെ തിരിച്ചടിക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള ഒരു ശ്രമം വേണു ഇപ്പം അവിടുത്തെ ഫാർമസി ഡിപ്പാർട്ട്മെന്റിന്റെ റിസർച്ച് വിങ്ങിൽ അവതരിപ്പിച്ചു എന്ന് അറിഞ്ഞു. അത് വളരെ സന്തോഷം. അതേ കണക്ക് നമ്മളെല്ലാവരും ഒരൊറ്റ കോറത്തിൽ ഇരുന്ന് ഒരുമിച്ച് ഇതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മളെ ഈ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് കൂടെ ചർച്ച ചെയ്ത് ഒരു തീരുമാനം എടുത്ത് പെട്ടെന്ന് ഫയൽ ചെയ്യണമെന്നാണ് എനിക്ക് പറയേണ്ടത്. ഫയൽ ചെയ്യുന്നതിന് മുമ്പേ ഇതിന്റെ പെർസെന്റ് അല്ല എന്ന് നമുക്ക് ആ ഒരു സ്റ്റഡിയും കൂടെ നമ്മൾ നടത്തേണ്ടിയിരിക്കും. അതിന് വേണുഗോപാൽ ഡോക്ടർ മുൻകൈ എടുക്കണം എന്നും എനിക്ക് പറയാനുണ്ട്. ഓക്കെ, ഷാജി ഡോക്ടർ പറയുന്നത് വളരെ ശരിയാണ്. നമ്മൾ അങ്ങോട്ടും അറ്റാക്ക് ചെയ്യണം, അതിന് എവിഡൻസ് സഹിതം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്താൽ നന്നായിരിക്കും. പക്ഷെ എപ്പോഴും നമ്മളിത് പറയുന്നതല്ലാതെ ഇതിന്റെ അവസാന ഘട്ടത്തിലോട്ട് ഒരിക്കലും എത്തുന്നില്ല എന്നുള്ളതാണ് ഒരു വിഷമം. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും ഈ പറയും എല്ലാരും അത് ചെയ്യണം എന്നൊക്കെ പറയുമെങ്കിലും അതിന്റെ ഒരു ഫൈനൽ ഫ്രൂട്ട്ഫുൾ ആവുന്നില്ല ഒരു കാര്യത്തിൽ. നമുക്ക് ഇതിലെങ്കിലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഹോമിയോപ്പതിക്കാരല്ലെങ്കിൽ വല്ല നമ്പി നാരായണ പോലുള്ള ആൾക്കാർ, നമ്മൾ അല്ലാത്തവർ ചിലപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഫയൽ ചെയ്യും, നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ. അതാണ് നമ്മൾ ഈ സംഘടനയുടെയൊക്കെ ഒരു പ്രശ്നം. നമ്മൾ ആക്റ്റീവായിട്ടുള്ള നമ്മൾ വടി തരുമ്പോൾ നമുക്ക് തിരിച്ചടിക്കാൻ കഴിയാതെ വരുന്നത് ഈ സംഘടനയുടെ ഏത് സംഘടനയുടെ ഒരു പോരായ്മയാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഈവൻ ഞാനും ഉൾപ്പെടെ. പക്ഷെ അതിന് ക്ലിയർ കട്ട് എവിഡൻസ് ഉണ്ട്. കാര്യം ഈ ഇത്രയും പെർമിസിബിൾ ഡോസ് അല്ല എന്ന് നമ്മൾ സയൻസിൽ പറയുന്നുണ്ട്. അത് വെച്ച് നമുക്ക് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഏത് കോടതിയിലും നമുക്ക് വാദിക്കാവുന്നതല്ലേ. അതിന് തെളിവുകളെല്ലാം കൈ ഉണ്ടായിരുന്നിട്ട് നമ്മള് അത് അടിക്കുന്നില്ല. പക്ഷെ ഇത് പബ്ലിക് ധരിക്കുന്നത് ഈ ലോക്കോപ്പലേറ്റും ഡ്രൈവർമാരും ഹോമിയോ മരുന്ന് കഴിക്കണ്ട എന്നുള്ളൊരു ഓർഡർ വരുത്താൻ വേണ്ടിയായിരിക്കും അവർ ശ്രമിക്കുന്നത്. അതാണ് ഇന്ന് പല വഴിക്കൂടെ ശ്രമിക്കുകയാണ്. ഇപ്പോഴെങ്കിലും ഇതൊരു അവസരം ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ ഹോമിയോപ്പതി സമൂഹം പറയില്ല. നമ്മളെ ആഴ്സരിക് ആൽബ് നമ്മൾ അന്ന് കോവിഡിന് കൊടുത്തപ്പോൾ പറഞ്ഞ് ആ സൗമേശ്വരൻ പറഞ്ഞ് അതേ രീതിയിൽ തിരിച്ച് അവരെ നമ്മൾ പലയിടത്തും ഒന്നും അറ്റാക്ക് ചെയ്തല്ലോ നമ്മള്. അതോടുകൂടി അവര് ഒതുങ്ങിയില്ലേ. അതേ കണക്ക് ഈ ഫിലിപ്പിനെ ഇതേ കണക്ക് പേഴ്സണലായിട്ട് പറയണം, അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയാണെന്ന് ഈ എവിഡൻസ് വെച്ച് ഇത് ഇത്രയും കഴിക്കുന്നത് ഒരിക്കലും ഒരു പെർമിസിബിൾ ഡോസിന് അപ്പുറത്തല്ല അത് എന്ന് നമുക്ക് എവിഡൻസ് വെച്ച് കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോടതിക്ക് എവിഡൻസ് ആണ് വേണ്ടത്. അവർക്ക് തിരിച്ചടിക്കാൻ പറ്റിയ ഒരു ഇതാണ്, ശരിക്കും എപ്പോഴും അടിക്കാൻ പറ്റിയതാണ്. അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫിലിപ്പിന് മാത്രമല്ല ഈ
പബ്ലിക്കിനും മനസ്സിലാവും ഇതെല്ലാം മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണെന്ന് മനസ്സിലാവും. ഓക്കെ ഷാജി ഡോക്ടറെ, അപ്പൊ ഇത് നല്ലൊരു അവസരമാണ് തിരിച്ചടിക്കാനുള്ള. ഇതെങ്കിലും ഉപയോഗപ്പെടുത്തിയാൽ നല്ലത്. ഓക്കെ, മനോജ് ഡോക്ടറാണോ? ഹലോ. ഇപ്പൊ ഷഫീഖ് ഡോക്ടർ, മനോജ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തോ? ഇപ്പൊ ഡോക്ടർ പറയട്ടെ, എന്നെ വിളിക്കുന്നു. ഓക്കെ, ഷഫീഖ് ഡോക്ടറെ സംസാരിച്ചോളൂ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. കേൾക്കാമോ? കേൾക്കാം. അല്ല, ഷാജി ഡോക്ടർ പറഞ്ഞതുപോലെ ലീഗലി നീങ്ങണമെന്ന് പറഞ്ഞാല് നമുക്കുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാല് അവർക്ക് ലീഗലി ഇപ്പൊ എബി ഫിലിപ്പാണ് കേസ് പറയണെങ്കിലും ഫിനാൻസ് കംപ്ലീറ്റ് ഫാർമ ലോബിയാണ് അവര് ഇത് ചെയ്യുന്നത്. നമ്മളൊരു കേസ് കൊടുത്ത എത്ര ഫാർമ ലോബി ഇവിടെ കേസ് കൊടുത്ത ഡോക്ടർമാരെ അനുഭവങ്ങളുണ്ടല്ലേ. അവസാനം ഇവിടെ നിന്നൊക്കെ കടം വാങ്ങിച്ചും പണയം വെച്ചുമൊക്കെയാണ് പുള്ളി കേസ് തീർത്തത്. അപ്പൊ അടുത്ത പരിപാടിക്ക് കേസിന് പോകാൻ പുള്ളി അത് മതിയാക്കി. കാരണം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ അവസ്ഥ. ലീഗലി പോകുമ്പോൾ ഉള്ള കാര്യം ഞാൻ പറഞ്ഞത് അതാണ്. പിന്നെ നമ്മളെ മരുന്നുകൾ ഇപ്പൊ ഈ എബി ഫിലിപ്പ് കോടതിയിൽ കൊണ്ട് കൊടുക്കണം, ഡ്രഗ് കൺട്രോളർക്ക് ഒരു ഇത് കൊടുക്കട്ടെ, ഇതിൽ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്, ഇവരെ മരുന്നുകൾ നിരോധിക്കണമെന്ന് ഇതുവരെയെങ്കിലും ഹോമിയോ മരുന്ന് ഈ ഇത്രയും കൊല്ലമായിട്ട് ഏതെങ്കിലും ഒരു മരുന്ന് നിരോധിച്ചിട്ടുണ്ടോ? അവരെ മരുന്നുകളൊക്കെ ഇറങ്ങി ഇത്ര കൊല്ലം കഴിയുമ്പോൾ ഇന്ന ബാച്ചുകളൊക്കെ നിരോധിച്ചു. അത് നമുക്ക് നല്ല രീതിയിൽ ചോദിക്കാമല്ലോ. എബി ഫിലിപ്പിന് എന്തുകൊണ്ട് അത് കഴിയുന്നില്ല? അപ്പൊ ഇത് കോടതിയിൽ ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന്റെ മെയിൻ ബാക്കിൽ വർക്ക് ചെയ്യുന്ന ഫാർമ ലോബിയാണ്. അല്ലാതെ എബി ഫിലിപ്പിനെ അവര് ഒരാളായിട്ട് വെച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മൾ കേസിന് പോയാൽ നമ്മൾ മാത്രമേ കാണൂ. ഈ പറഞ്ഞ ഒരു മനുഷ്യരും ഒരു സഹായത്തിനും ഉണ്ടാവില്ല. നമ്മളെ പല അനുഭവങ്ങൾ കൊണ്ട് ഇത് പറഞ്ഞതാണ്. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ നമ്മളെ മരുന്ന് കമ്പനികളും ഇവരെല്ലാം കൂടെ ഒത്തുകൂടി ഒരു തീരുമാനം എടുത്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇത് പ്രസന്റ് ചെയ്യാം. കാരണം നമ്മൾ കള്ളമൊന്നും ചെയ്യുന്നില്ല, നമ്മൾ ഉള്ള കാര്യം പറയുന്നുള്ളൂ. അവരെല്ലാം കള്ളമാണ് പറയുന്നത്, നമ്മൾ ഉള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഭാഗം തന്നെ ജയിക്കും. പക്ഷെ അതിന് നമുക്ക് യൂണിറ്റി വേണം. ഇത് പോണ ഡോക്ടർ ഒറ്റപ്പെടും, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിനുള്ള ഒരു പ്രതിവിധിയും കൂടെ നമ്മൾ കണ്ടിട്ട് വേണം ഇതിനൊക്കെ നീങ്ങാൻ. സംഘടനകൾ കൂടുവോ? ഡോക്ടറെ സംഘടനകൾ തമ്മിൽ തന്നെ ഇപ്പൊ IFBH പോയ IHK അതിനെതിരെ എങ്ങനെയൊക്കെ അതിനകത്ത് ആ കേസ് തോപ്പിക്കാൻ നോക്കാന്നുള്ളതാണ് അവര് നോക്കുന്നത്. കാരണം അവർക്ക് ഈ പറഞ്ഞ കണക്ക് സിസ്റ്റത്തിനെ വളർത്തണമെന്നുള്ളതല്ല. ഇപ്പൊ നമ്മളെ ഹെൽത്ത് ബില്ല് വന്നപ്പോ തന്നെ അവരെന്താണ് പറഞ്ഞത്, ഇതിൽ ഒരു കുഴപ്പവും ഇല്ല, എല്ലാം നമുക്ക് അനുകൂലമായിട്ടുള്ളതേ ഉള്ളെന്ന് പറഞ്ഞവരാണ് അവര്. ഇപ്പൊ അനുഭവങ്ങൾ വന്നപ്പോ അവര് കുറച്ചൊക്കെ പഠിച്ചു എങ്കിലും ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ കുഴപ്പം. നമ്മൾ തന്നെ പറയേണ്ടി വന്നു. അത് നിർഭാഗ്യവശാൽ പറയേണ്ടി വന്നതാണ്. സോറി. അല്ല ഡോക്ടറെ, ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, ഹിന്ദു പോലുള്ള ഒരു ഇതില് ഒരു അല്ല ഡോക്ടറെ, ഞാൻ അതിന്റെ കാര്യം പറയാൻ ഓർത്താണ്, വിട്ടുപോയി. അതായത് ഹിന്ദു പത്രത്തിലാണ് എപ്പോഴും നമ്മളെ ഈ ഹോമിയോയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇത് വരുന്നത്. അപ്പം അവര് എന്തോ ഒരു ടൈപ്പ് ഉണ്ട്. ഈ ഫാർമ ലോബിയും ഹിന്ദു പത്രവുമായിട്ട് നല്ലൊരു ടൈപ്പ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ന്യൂസ് ഹോമിയോക്കെതിരെ കൊടുക്കുന്നത്. ഇന്നലത്തെ ക്ലാസ്സിലെ ഞാനൊരു കാര്യം പറഞ്ഞു. കാരണം ഈ ഡ്രൈവറുടെ പ്രശ്നം ഇങ്ങനെ വന്നു, പത്രത്തിലൊക്കെ വന്നു, ഫ്രണ്ട് പേജിൽ തന്നെ വന്നു. എത്രയോ കാര്യങ്ങൾ ഫ്രണ്ട് പേജിൽ കവർ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ പോട്ടെ, അത് വന്നു. നെക്സ്റ്റ് ഡേ വിതിൻ 2 ദിവസത്തിനകം ഈ മറ്റേ എബി ഫിലിപ്പിന്റെ ഒരു വാർത്ത, ഇത് രണ്ടും കൂടെ ചേർത്ത് ഇന്ത്യൻ എക്സ്പ്രസ്സേ വന്നു. ഹിന്ദുവിലുള്ളത് അങ്ങനെയൊന്നുമല്ല. ഹിന്ദുവിൽ ഈ ഹോമിയോപ്പതി ആയുർവേദത്തിനകത്ത് പെടുത്തിയിട്ടുണ്ടെങ്കിലും ഹോമിയോപ്പതിയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. മരുന്നുകൾ പേരിൽ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ സർക്കാർ നിരോധിക്കണം തന്നെ അവർ പറഞ്ഞേക്കണം. കാരണം ആൽക്കഹോളിന് ഒരു ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ആൽക്കഹോളിൻ്റെ ഡ്യൂട്ടി നമ്മൾ പിന്നെ അറിയാമല്ലോ നിങ്ങൾക്ക്, ഡ്യൂട്ടി ഓരോ പ്രാവശ്യം കൂട്ടിക്കൊണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ഡ്രിങ്കിങ് പർപ്പസ് ഉപയോഗിക്കുന്ന ആൽക്കഹോൾ നമ്മൾ സെയിൽ ചെയ്യുമ്പം, അതായത് മെഡിസിന് വേണ്ടി ഉപയോഗിക്കുമ്പം വളരെ കുറച്ച് ഡ്യൂട്ടി അതിനകത്ത് ഉപയോഗിക്കുന്നുള്ളൂ. അതായത് ഒരു 5% വരെ ഡ്യൂട്ടി ഈ നമ്മൾ മെഡിസിനൽ പർപ്പസ് ഉപയോഗിക്കുന്ന ആൽക്കഹോളിൽ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പം ഹോമിയോപ്പതി ഉപയോഗിക്കുന്ന ആൽക്കഹോൾ നമുക്കറിയാം അത് ഒരു 95% തൊട്ട് താഴോട്ടാണ് അതിൻ്റെ സ്ട്രെങ്ത്. അപ്പോൾ അത് മറ്റേ നേരത്തെ ഞാനൊരു കമ്പാരിസൺ പറഞ്ഞു. ഉള്ള നമ്മുടെ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന ഡ്രിങ്ക്സിനെ വിളിച്ച് ഡബിൾ ടൈം സ്ട്രെങ്ത് അതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഇവർ മിസ്യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്നും ഹോമിയോ ഡോക്ടേഴ്സും അതുപോലെ തന്നെ പേഷ്യൻസും ഒക്കെ മിസ്യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ് ഇതിനെതിരായിട്ട് ശക്തമായ നിയമങ്ങൾ ഉണ്ടാക്കണമെന്നാണ്. ഞാനത് IFBHൻ്റെ ഇന്നത്തെ 2-3 ലിങ്കിനകത്ത് അത് വാട്സപ്പ് ഗ്രൂപ്പിൽ അത് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം. അപ്പോൾ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ഒരു ടാർഗറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ്. അതാണ്
ഇവരെല്ലാം കൂടെയുള്ള ഈ എബി ഫിലിപ്പും ഇതെല്ലാം തമ്മിൽ കണക്റ്റഡാണ്. ഇയാളുടെ വാർത്ത വരുന്നു, അടുത്ത ദിവസം മറ്റേത് വരുന്നു, ഈ വാർത്ത ഡ്രൈവറുടെ വാർത്ത വരുന്നു. അപ്പോൾ ഇതൊക്കെ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോഴേ നമുക്ക് മനസ്സിലാക്കണം ഇവരിങ്ങനെ ഹോമിയോപ്പതിയെ തന്നെ പല വ്യക്തി ടാർഗറ്റ് ചെയ്യുകയാണ്, ഡീഫൈൻ ചെയ്യുകയാണ്. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്കും പബ്ലിക്കിനിടയിൽ ഉണ്ടാകുന്നത്, അതായത് ഒരു സ്റ്റാൻഡേർഡ് ആൾക്കാർ, അതായത് ഇപ്പോൾ സാധാരണക്കാർ ഇതൊന്നും ശ്രദ്ധിക്കില്ല, ഹിന്ദുവിലെ ആർട്ടിക്കിളൊന്നും വായിക്കുമ്പോൾ വളരെ, പക്ഷേ മറ്റുള്ള അതായത് ഒരു എഡ്യൂക്കേറ്റഡ് ബിങ് ഇതൊക്കെ വായിക്കുന്നവർ തീർച്ചയായിട്ടും നമ്മൾ തന്നെ സംശയം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പലരും അത് സംശയിച്ച് ഹോമിയോ മരുന്ന് കഴിക്കാൻ പോലും അവർക്ക് താല്പര്യം ഇങ്ങനെ കുറയുന്ന ഒരു സംഭവമുണ്ട്. ഇങ്ങോട്ട് വരാനുള്ള ഒരു വൈമുഖ്യം അവർക്കുണ്ടാവും. നമുക്കറിയാം ആർസനിക് ആൽബിടോക്സിനാണെന്ന് പറഞ്ഞ് അവർ പറഞ്ഞ സമയത്ത് ഇതുപോലെ ഉണ്ടായി. ഇതേപോലെ സ്കൂൾ കുട്ടികൾക്ക് കൊടുത്തപ്പം അത് അവരെ കുറേ പേര് അതിൽ നിന്ന് പതുക്കെ പിന്മാറാൻ തുടങ്ങി. അപ്പം ഇങ്ങനെ തെറ്റിദ്ധരിക്കുക ഒരു എഡ്യൂക്കേറ്റഡ് ഇങ്ങനെ ഈ മീഡിയയിലൊക്കെ ഒരുപാട് ഇങ്ങനെ വരുന്നതുകൊണ്ട് കുറച്ചൊക്കെ അവർ തെറ്റിദ്ധരിക്കപ്പെടും. പിന്നെ ഗവൺമെൻറ്റിനെ ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൽക്കഹോൾ ഹോമിയോപ്പതിക്കാരും ആയുർവേദക്കാരും മിസ്യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവർ തീർച്ചയായിട്ടും ചില ഗവൺമെൻറ്റുകൾ ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്ത അതിനെതിരായിട്ടുള്ള ചില നിയമങ്ങളൊക്കെ പതുക്കെ പുറത്തെടുത്താലും നമ്മുടെ ഇൻഡസ്ട്രിയിൽ അത് വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിക്കാരാണ് ഇതിന് ഏറ്റവും അധികം മുൻപോട്ട് വരേണ്ടത്. പക്ഷെ അവരതിനെ മിസ്യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഈ ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ ഇറക്കി, ഈ ഒരുപാട് ആൽക്കഹോൾ, ഇപ്പം സിറപ്പും ഒക്കെ ഒരുപാട് ഈ ആപ്പിറ്റൈസറും ഇങ്ങനെ ഒരുപാട് സാധനം ഇറക്കിയിട്ട് അതിനകത്ത് ഒരുപാട് ആൽക്കഹോളിൻ്റെ അംശമുണ്ട്. അപ്പോൾ അവരതിനെ മിസ്യൂട്ടിലൈസ് ചെയ്യുന്നു. അപ്പോൾ അവരുടെ എക്സിസ്റ്റൻസ് ആണ്. പക്ഷെ അവർ അല്ലാതെ ഈ പബ്ലിക്കിനെ വേണ്ടി സ്റ്റഡിയോ അല്ലെങ്കിൽ റിസർച്ചോ ഒന്നും പല നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്കാരും നടത്തുന്നില്ല. അലോപ്പതി വെച്ചിട്ട് ഒന്നും നടത്തുന്നില്ല. അവർ റിസർച്ചിന് വേണ്ടി ഒരു പൈസ പോലും മാറ്റി വയ്ക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഭാഗത്തേക്കും നമ്മൾ അവരെ കൂടെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തണം. ഈ പറഞ്ഞ ഈ ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനികളെ അവരുടെ കൂടെ ഒപ്പീനിയൻ അറിയണം. എന്താണ് അവർക്കാണ് പിന്നെ അത് ദോഷം ചെയ്യുന്നത്. നമുക്ക് ഹോമിയോപ്പതി പ്രൊഫഷൻ പൊതുവെയാണെങ്കിലും അതേപോലെ ഇൻഡസ്ട്രീസിനെ ആദ്യം ബാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഗ്രൂപ്പ് ചർച്ച ചെയ്തിട്ട് ഈ വിഷയം പബ്ലിക്ക് ഈ പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് പബ്ലിക്കിനെ തന്നെ ഇതൊരു തെറ്റിദ്ധാരണയാണെന്നുള്ള തരത്തിലുള്ള ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യണം. ഇല്ലെങ്കിൽ റിസർച്ച് സ്റ്റഡി, ഇപ്പം ഞാൻ ഉദ്ദേശിച്ചത് റിസർച്ച് സ്റ്റഡിയാണ്, അത് മാത്രമേ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേതൊന്നും ഈ പത്രക്കാർ പബ്ലിഷ് ചെയ്തില്ല. അത് ഇവരുടെ പൈസ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ പത്രക്കാർ. അപ്പോൾ തീർച്ചയായിട്ടും പലരും, എല്ലാവരും എന്നല്ല ഞാൻ പറഞ്ഞു, മിക്കവാറും പത്രങ്ങളും അലോപ്പതിക്കെതിരായിട്ടൊരു വാർത്ത ഇടുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വാർത്തകൾ റിസർച്ച് കൂടുതൽ നടത്തി നമ്മുടെ മെഡിസിൻ കൊണ്ടൊരു ദോഷം ഇല്ല, അതിന് ചെറിയ ലെവലിൽ കഴിക്കുന്ന ഹെപ്പറ്റോടോക്സിക് ഒന്നുമല്ല എന്നുള്ള ആ ഒരു മെസ്സേജ് കുറച്ചുകൂടെ പബ്ലിക്കിലേക്ക് നമ്മൾ ഇറക്കേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ട്. അതിനാണ് നമ്മൾ ഈ സംഘടനകൾ ശ്രമിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പൊ അതിന് നമുക്കും ഈ തെറ്റായിട്ട് വന്നൊരു പ്രചരണത്തിന് പത്രവാർത്ത നമുക്കും കൊടുത്തൂടെ അതിനെതിരെ? മാഡം, പത്രക്കാർ നമ്മുടെ വാർത്തകൾ കേട്ടുപോകും. നമ്മുടെ ഒരു സൂമിൽ ഇരുന്നുകൊണ്ട് കേട്ടുപോയാൽ അവരൊക്കെ അതിൻ്റെ മാനേജ്മെൻറ്റാണ് ഇതിന് എതിരായിട്ട് നിൽക്കുന്നത്. ഈ പത്രലേഖകർ ചിലപ്പോൾ നമുക്ക് അനുകൂലമായിരിക്കും, പക്ഷേ ഈ പറഞ്ഞ ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ അങ്ങനെ എഴുതണമെങ്കിൽ എന്തുമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യും. എഡിറ്റോറിയൽ ഒരു എസ്റ്റാബ്ലിഷ് സിസ്റ്റം, ആയുർവേദത്തിനാണെങ്കിലും ഹോമിയോപ്പതി ആണെങ്കിലും എഗൻസ്റ്റായിട്ട് ആർട്ടിക്കിൾ എഴുതുന്നെങ്കിൽ അത് എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിരിക്കണം. പക്ഷെ നമ്മൾ വിചാരിച്ചാൽ അതിൻ്റെ ഫോണിലൊരു വാർത്ത പോലും വരുത്താൻ നമുക്ക് പറ്റുന്നില്ല. അപൂർവം ചില പത്രങ്ങളിൽ മാത്രമാണ്, കൗമുദി പോലുള്ള ചില പത്രങ്ങളിൽ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ള വാർത്തകൾ വരുന്നത്. അപ്പോൾ അത് പക്ഷെ ഒരു സ്റ്റഡി ആയിട്ട് പബ്ലിഷ് ചെയ്താൽ ഇവർക്കത് വരും. ഇങ്ങനെ ഒരു റിസർച്ച് സ്റ്റഡി ആയിട്ട് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പത്രക്കാരത് ഇടും, കാരണം അത് അവരുടെ അക്കാഡമിക് ഇൻട്രസ്റ്റ് ഇടും. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ന്യൂസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലതായിരിക്കും. ഈ ഹെൽത്ത് ടിപ്സുകളൊക്കെ നമുക്ക് ഇടുന്നത് പോലെ അവരത് ഇടും. അപ്പോൾ ഹോമിയോപ്പതി മരുന്നിൽ പ്രശ്നമില്ല, അവരുടെ റിസർച്ച് സ്റ്റഡിയാണെന്നൊക്കെ പറഞ്ഞ് പുറത്തു. അപ്പോൾ അതാണ് ഈ ഒരു റിസർച്ചിൻ്റെ ഒരു മോഡലിലോട്ട് പോകണമെന്ന് നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ സാർ, അപ്പൊ അത് കോളേജിൽ നിന്ന് ചെയ്യുമെന്നല്ലേ പറഞ്ഞേ? അപ്പൊ അത് അല്ല, എത്രയും ഒരു കോളേജ് കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ ഒരു ട്രയൽ നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പല സ്ഥാപനങ്ങളും ചെയ്യണം. ഈ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങൾക്കും ഇത് ചെയ്യാം. ഈ കേരളത്തിലെ 1500ഓളം ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട്, അവിടെയൊക്കെ സ്റ്റഡി നടത്താം, ചെറിയ ചെറിയ സ്റ്റഡി നടത്താൻ പറ്റും. ഇതെല്ലാം കൂടെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് പോവുകയാണെങ്കിലേ പോകത്തുള്ളൂ. അല്ലാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രം അതിനെ ചെറിയ രീതിയിൽ ഒരു സ്റ്റഡി മാത്രമേ നടത്താൻ പറ്റത്തുള്ളൂ. അവിടെ വരുന്ന ലിമിറ്റഡ് പേഷ്യൻസ് അല്ലെങ്കിൽ ഒരു അവരുടെ അതിനുള്ള തയ്യാറെടുപ്പൊക്കെ കുറച്ചേ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഹോമിയോപ്പതി മെഡിസിൻ ഉപയോഗിക്കുന്ന നല്ലൊരു ശതമാനം ആൾക്കാരുടെയും
അവരുടെ ഒപ്പീനിയനും അവരുടെ സർവേയും ഒക്കെ നടത്തിയെങ്കിൽ ഇത് കുറച്ചുകൂടെ വിജയിക്കും. ഓക്കെ, സാറ് പറയുന്നതെന്ന് മനസ്സിലാവുന്ന ഹോസ്പിറ്റൽസ് നമ്മളെ അതെ. ഹോമിയോ ഹോസ്പിറ്റലും ഇഷ്ടം പോലെ പേഷ്യൻസ് വരുന്ന ഡിസ്പെൻസറികൾ വഴിയും ഈ സ്റ്റഡി നടത്താം എന്നാണ് സാർ പറയുന്നത്. അതെ ഇല്ലേ? മാഡം, സർവേ നടത്താലോ. സർവേ നടത്താം. അപ്പൊ ഓക്കെ. സെൻട്രൽ കൗൺസിൽ റിസർച്ചിന് ഹോമിയോപ്പതിക്ക് നമുക്കൊരു റിക്വസ്റ്റ് കൊടുത്താലോ, ഇങ്ങനെയുള്ളതിനെതിരെയൊക്കെ ഒരു ഇത് നടത്തി ഹോസ്പിറ്റലുകളിൽ ഒരു റിസർച്ചിന്റെ സർവേ റിപ്പോർട്ട്. കാരണം അതൊക്കെ ആകുമ്പോൾ ഒരു അതോറിറ്റി ആണല്ലോ സെൻട്രൽ കൗൺസിൽ റിസർച്ച് ഇൻ ഹോമിയോപ്പതി എന്ന് പറയുമ്പോൾ അവർ ഇത് ചെയ്തു കഴിഞ്ഞാൽ പത്രങ്ങളും എല്ലാം അത് അംഗീകരിക്കും. ആ രീതിയിലൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുള്ളതും കൂടെ നോക്കുക. അതിപ്പോ പക്ഷേ നമുക്കറിയാവുന്ന ഒരു എങ്കിലും സംഭവം. അതിലിരിക്കുന്നവർ അത്രയും സ്ട്രോങ് ആണെങ്കിലേ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ ഈ കോവിഡ് സമയത്ത് ഇത് കൊടുത്തിട്ട് അവരുടെ റിസർച്ച് ഇതിന്റെ ഇത്രയും ആൾക്കാരിൽ കൊടുത്തതിന്റെ ഇത് ഒരു ഇതിലും വന്നില്ല, ഒരു ന്യൂസിലും വന്നില്ല. അവർക്ക് പുറത്ത് വിടാനുള്ള ഭയം വരെ അവർക്കുണ്ടായിരുന്നതായിട്ടാണ് നമ്മള് പല അന്വേഷണങ്ങളിലും അറിഞ്ഞത്. അപ്പം അതൊക്കെ മാറിയാലേ പറ്റൂ. നമ്മളിങ്ങനെ ഭയന്നിരുന്ന സെൻട്രൽ കൗൺസിൽ റിസർച്ചിന് ഹോമിയോപ്പതിക്ക് വരെ ആ ന്യൂസ് പുറത്തു വിടാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മളെങ്ങനെ ബാക്കിയുള്ളവരെങ്ങനെ ചെയ്യുമെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഡോക്ടർക്ക് അത് ഓർമ്മയുണ്ടോ? നമ്മൾ ആഴ്സാൽബ് കൊടുത്തതിന്റെ സെൻട്രൽ കൗൺസിൽ റിസർച്ചിന് ഹോമിയോപ്പതി 99% 99 സംതിങ് ഇതിന് റിസൾട്ട് ഉണ്ടായി എന്നുള്ള ഒരു ഇത് വന്നിട്ട് അത് ഒരു ന്യൂസിലും വന്നില്ല. അതിനുവേണ്ടി നമ്മൾ IFPHന്റെ പേരിൽ അവരുടെ ചെയർമാനൊക്കെ നമ്മൾ ഇത് കൊടുത്തു. എന്നിട്ട് അപ്പം നമ്മളെ സൂമിലാറ്റ ഒരിക്കൽ അത് കാണിച്ചു, പക്ഷെ ന്യൂസിലൊന്നും വന്നില്ല. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് നമ്മളെ ഇതായിട്ടൊക്കെ എന്തോ ചെയ്തെന്ന് തോന്നുന്നു. മനോജ് ഡോക്ടർക്ക് അത് അറിയാന്ന് തോന്നുന്നു അല്ലേ? മനോജ് ഡോക്ടർ കേൾക്കുന്നുണ്ടോ? ആ സംഭവം അറിയാമോ? റേഞ്ച് പോയി. മനോജ് ഡോക്ടർ റേഞ്ച് പ്രശ്നമുണ്ട്, അതാണ് സ്റ്റക്കായിരിക്കും. അതുപോലെ തന്നെ ഈ അപ്പോഴേ ഈ ഹോസ്പിറ്റൽസ് വഴി സ്ഥാപനങ്ങൾ വഴിയൊക്കെ ചെയ്യണമെങ്കിലും അത് സർക്കാർ തലത്തിൽ നിന്നുള്ള സാങ്ഷൻ വരെ വേണ്ടി വരും. അതൊന്നും അത്ര ഈസി അല്ല. ലളിത ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്ത് കുറച്ചു നേരമായേ. ലളിത ഡോക്ടർ. ഓ ഓ മനോജ് ഡോക്ടറോട് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു ഷഫീഖ് ഡോക്ടർ. അത് കേട്ടില്ല. കേട്ടില്ല. സെൻട്രൽ കൗൺസിൽ റിസർച്ചിന് ഹോമിയോപ്പതി നമ്മുടെ കോവിഡ് സമയത്ത് ആഴ്സാൽബ് കൊടുത്തതിന്റെ ഒരു ഇത് നടത്തിയിട്ട് അതുപോലും പബ്ലിഷ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അത് അങ്ങനത്തെ ശക്തികളാണ് അവരെ കൺട്രോൾ ചെയ്യുന്നത്. ആർക്ക് കഴിഞ്ഞില്ല ഡോക്ടറെ? സെൻട്രൽ കൗൺസിൽ റിസർച്ചിന് ഹോമിയോപ്പതിക്ക് നമ്മുടെ IFPH അതല്ലേ നമ്മളെ 99.3% പലതവണ പറഞ്ഞതല്ലേ. പക്ഷെ ഒരു മീഡിയാസിലും അത് വന്നില്ല. നമ്മൾ ഒരുപാട് തവണ അവരെ ഒരു കാര്യം മനസ്സിലാക്കണം ഡോക്ടറെ, മീഡിയാസിൽ വരാത്തതിന് ഉത്തരവാദി നമ്മൾ തന്നെയാണ്. കാരണം വെച്ചാല് നമുക്കൊരു എന്റർപ്രണർഷിപ്പ് കപ്പാസിറ്റി ഇല്ല. അപ്പൊ ഇതെല്ലാരും നമ്മൾ വളർന്നാൽ മാത്രമേ ഇത് വരുള്ളൂ. ഇതെല്ലാരും ഓരോ ചെറിയ ചെറിയ ക്ലിനിക്കുകളോട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുള്ളതല്ലാതെ സംഘടിതമായി നിൽക്കുന്നില്ല. പിന്നെ ലതാർജി, ഇത് ഭീകരമാണ്. പക്ഷെ ഷാജി ഡോക്ടർ പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യം, പുള്ളി ഒരു ഡാറ്റ ഉപയോഗിച്ച് സംസാരിച്ചത്. അതായത് ഷൈൽ ഡോക്ടർ കേൾക്കാമോ? കേൾക്കാം ഡോക്ടർ. അതായത് ഇത്ര മില്ലിഗ്രാം ആൽക്കഹോൾ, അത് അങ്ങനെയാണ് സംസാരിക്കുക. വെറുതെ നമ്മൾ എന്തുള്ള പറയുന്നില്ല, കുറെ സമയം കളയാന്നേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റഡി നടത്തണം. ആരാ നടത്തേണ്ടത്? അക്രഡിറ്റഡ് ഏജൻസീസോ സ്ഥാപനങ്ങളോ നടത്തണം. ഗവൺമെന്റ് പെർമിഷൻ വേണം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴല്ലത് പറയാൻ എളുപ്പമാണ്. അങ്ങനെ ചെയ്യണ്ടേ എങ്ങനെയാണെന്ന് ഹനുമാൻ പറഞ്ഞതിന്റെ കാരണം. ഹനുമാൻ പറഞ്ഞതെന്ന് ഹ്യൂമൻ ബീയിങ്സിൽ മരുന്ന് പരീക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചെയ്യണമെന്ന് പറഞ്ഞു. അത് ഇൻവൈറ്റ് ചെയ്തപ്പോൾ ആരും ഇല്ലായിരുന്നു. അത് പറഞ്ഞിട്ടുണ്ട്, ഡഡ്ജൻ പറയുന്നുണ്ട്. ഫിസിയോളജിക്കൽ പ്രൂഫ് ചെയ്യുന്നതുകൊണ്ട് ആരും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ പോലെയാണ് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം. പക്ഷേ എന്തായാലും നമ്മൾ പറയുമ്പോൾ ഒരു സയന്റിഫിക് മെത്തഡോളജി അഡോപ്റ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ആർട്ടിക്കിൾ ഡോക്ടർ കഴിഞ്ഞ ദിവസം നമ്മൾ IFPH ഇട്ടിരുന്നു. ഞാൻ എല്ലാ 15 ഗ്രൂപ്പുകളിലെ ജില്ലാ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം. അതിനകത്ത് വളരെ നല്ല സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അത് വായിച്ചിട്ട് സംസാരിക്കാം. ഓക്കെ മനോജ് ഡോക്ടർ. എന്ന ലതാ മനോഹരൻ ഡോക്ടർ ഈ പറഞ്ഞ പോലെ കുറെ സമയമായി ഹാൻഡ് റൈസ് ചെയ്തിട്ട് ഡോക്ടറെ സംസാരിച്ചു. നന്ദി ശൈല ഡോക്ടറെ. പിന്നെ എനിക്ക് ഇത് കേട്ടപ്പോൾ ആദ്യം തൊട്ട് മനസ്സിലായിട്ട് തോന്നുന്നത്, നമുക്ക് ഈ വിധത്തിലുള്ള ഒരു റിസർച്ച്, ഇപ്പം റിസർച്ച് എന്നുള്ള പേര് ഓക്കെ, അതല്ല, പിന്നെ ഈ ഡേറ്റ
ഡേറ്റ കളക്ഷൻ എന്ന് വെച്ചാൽ ഈ ഫുഡ് കഴിച്ചിട്ട്, അതേപോലെ ആൽക്കഹോൾ കഴിച്ചിട്ട്, അതുപോലെ ഹോമിയോപ്പതി കഴിക്കുന്ന, അലോപ്പതി മരുന്ന് കഴിക്കുന്ന, ഇങ്ങനെ വേർതിരിച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചാനൽ മീൻസ് ഈ പ്രൈവറ്റ് ചാനലുകാരെ എല്ലാ ജില്ലയിലും ഒരു 3 പേരെ വെച്ച് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവർക്ക് നമ്മൾ ചെറിയ പൈസയൊക്കെ ഫണ്ടിങ് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അത് കൊടുത്തിട്ട് അത് ഓരോ യൂണിറ്റ്, ഇപ്പം കോട്ടയം യൂണിറ്റ് ആണെങ്കിൽ അല്ലെ എറണാകുളം കൊണ്ട് അവർ ചെയ്യുക. എന്നിട്ട് അവരെ കൊണ്ട് ഈ ഡേറ്റ കളക്ഷൻ, ഈ ഹോസ്പിറ്റലുകളെ ചുറ്റിപ്പറ്റിയുള്ള ആളുകൾ വരുന്ന മരുന്ന് കഴിക്കുന്നവരെ പറ്റി, മരുന്ന് ഇംഗ്ലീഷ് മരുന്ന് എത്ര വർഷമായിട്ട് കഴിക്കുന്നു, പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് കഴിക്കാറുണ്ടോ, അതോ ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ തന്നെയാണോ കഴിക്കുന്നത്, അങ്ങനെ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി ഈ പ്രൈവറ്റ് ആയിട്ടുള്ള അവരെ കൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ നമ്മൾ കൊടുത്തിട്ട് അതിനെപ്പറ്റി അവർ എഴുതി തന്നെ നമുക്ക് തരണം. അതിൻ്റെ കൂടെ അതിൻ്റെ ഈ എവിഡൻസ് ആണല്ലോ പിന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത്, അതും കൂടെ ചേർത്ത് നമുക്ക് തന്നു കഴിഞ്ഞാൽ അതൊരു നല്ല ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് ഒരു കോടതിയിൽ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര ശതമാനം പേര് ഇപ്പം കേരളത്തിലുള്ള ഇത്രയും ജില്ലയിലുള്ള ഇത്രയും ശതമാനം പേര് ഈ അലോപ്പതി കഴിക്കുന്നവരുണ്ട്, അല്ലെ പിന്നെ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്നവരുണ്ട്, പിന്നെ ഇതൊന്നും ഇല്ലാത്ത പച്ചക്കറികളിലൂടെ മാത്രം, അവരെല്ലാം പച്ചക്കറി കഴിക്കുന്ന, പക്ഷെ അവർക്കും ഇങ്ങനെ എന്തെങ്കിലും രോഗങ്ങൾ വരികയോ അല്ലെങ്കിൽ അതേപോലുള്ള കാര്യങ്ങൾ, ലിവർ പോയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ അതിനെപ്പറ്റി ഒരു അസസ്മെന്റ് നടത്തിയിട്ട് ഒരു നല്ല ഒരു പ്രോഗ്രാമായിട്ട് അത് അവതരിപ്പിക്കാൻ പറ്റും. സപ്പോർട്ടീവായിട്ട് കോടതി കൊടുക്കുമ്പോൾ ഇത് ബെനിഫിറ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയേ ഉള്ളൂ. ഡോക്ടർ അത് പറഞ്ഞത് ശരിയാണ്. നമ്മളിപ്പോഴും ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെ മരുന്ന് പെർമിസിബിൾ ആണോ എന്നുള്ളത് മാത്രമേ, അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്ത് എല്ലാ സബ്ജക്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ടാർഗറ്റിൽ എത്താൻ പറ്റില്ല. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും കഴിച്ച് നമ്മൾ ചെറിയ ഡോസ് കഴിച്ചാൽ ഒരിക്കലും ഡാമേജോ അല്ലെങ്കിൽ ഈ ഡ്രൈവേഴ്സിന് പെർമിസിബിൾ അല്ല എന്നുള്ള ഒരൊറ്റ വാദം മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട് അതിന് നമ്മൾ സംഘടനയും എല്ലാ സംഘടനയോ അല്ലെങ്കിൽ ഫാർമസി ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇവരെല്ലാം ഒരുമിച്ച് ചേർന്നിട്ട് ചർച്ച ചെയ്യണം. പക്ഷെ നമ്മളിപ്പോ സംഘടന എന്നുള്ള രീതിയിൽ നമ്മൾ ഇത്രയെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് കേന്ദ്ര ഗവൺമെന്റ് ശമ്പളം പറ്റുന്ന അവർ സ്വയം ചെയ്യേണ്ടതാണ്. ആ അർജ്ജമുള്ള ആൾക്കാർ ഹോമിയോപ്പതി ഇല്ലെങ്കിൽ ഹോമിയോപ്പതി പറഞ്ഞ കണക്ക് കടലിൽ കൊണ്ട് കളയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അമേരിക്കയിലൊക്കെ ഈ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ സൈഡിൽ ഹെൽത്ത് സപ്ലിമെന്റ് എന്ന് പറഞ്ഞ് വെക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇവിടുത്തെ പിന്നെ മെഡിസിൻ ലോബി, നമ്മളെ ഫാർമസിക്കാരെല്ലാം. എല്ലാത്തിനും പേറ്റന്റ് അല്ലേ, എല്ലാ അസുഖത്തിനും പേറ്റന്റ് ഉണ്ടാക്കിയിട്ട് ലാസ്റ്റിൽ നമ്മൾ ഡൈല്യൂഷൻ വേണ്ട, ഇത് പിന്നെ അവർ പോയി സ്വയം ആമസോൺ വഴി എടുക്കാമെന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരും. ഒരു മെഡിക്കൽ എത്തിക്സ് അനുസരിച്ച് ഒരു പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മെഡിസിൻ കൊടുക്കാവുന്നുള്ളതൊക്കെ കാറ്റിപ്പറത്തിയിട്ട് ഫ്ലിപ്കാർട്ടും ആമസോൺ വഴി വീട്ടിലിരുന്ന് മരുന്ന് മേടിക്കുമ്പോൾ എന്ത് എത്തിക്സ് ആണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ സംഘടനകളും ആരും അതിനെ എതിർക്കാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പൊ സംഘടനകൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മള് ഗ്രൂപ്പിലൊക്കെ ഒരു പേറ്റന്റ് വെക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ നമ്മളെ ഈ ചികയിലൊക്കെ ഉണ്ടായിരുന്നു ആദ്യ കാലങ്ങളിൽ ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ. ഇപ്പൊ പേറ്റൻസ് കൊണ്ട് അവര് നമുക്ക് പൊതിയുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് കിട്ടണം പണം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മുടെ സംഘടനകളെല്ലാം പോകുന്നു. അതുകൊണ്ടാണ് ഇത് ആർജവമുള്ള ഈ ഗവൺമെന്റ് തന്നെ, നമ്മളല്ല, ഗവൺമെന്റ് സ്വയം ഏറ്റെടുക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ പറയുന്നതെന്ന് തിരിച്ചറിയണം. അല്ല നമ്മളിപ്പോ ഒരു വലിയ സ്റ്റഡിയിലേക്കൊന്നും പോയി കഴിഞ്ഞാൽ നമ്മളെ ഉള്ള സ്റ്റഡി പോലും അവർ അംഗീകരിക്കുന്നില്ല. ഇപ്പൊ സെൻട്രൽ കൗൺസിൽ പറയുന്ന കാര്യങ്ങൾ പോലും ഞങ്ങൾക്കറിയാം. കരവാളൂരൊക്കെ ഞങ്ങള് 99% അല്ല 100%തോളം സക്സസ് ആയിട്ടുള്ള ഒരു സ്റ്റഡി റിപ്പോർട്ട് ഞങ്ങള് പിന്നെ DMOക്ക് കൊടുത്തിരുന്നു. പക്ഷെ ഞങ്ങളെന്ന് പറയുമായിരുന്നു, ഇത് പേപ്പറിൽ വരണം, കാര്യം നമ്മളെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ എത്ര പെർസെന്റേജ് കിട്ടും. അങ്ങനെ ഞങ്ങൾ അവിടെ കരവാളൂര് പിന്നെ ഞങ്ങളെ പഞ്ചായത്തിൽ മീറ്റിംഗ് വന്നപ്പോൾ ഞാനിത് പറഞ്ഞു, 100% സക്സസ് ആയിട്ടുള്ള സർവേ നടത്തി എല്ലാവരും കൂടെ, അലോപ്പതി, ആയുർവേദം, പിന്നെ ഈ ആശാ വർക്കറും എല്ലാവരും കൂടെ പോയി, പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ പോയി സർവേ നടത്തി ഒരു റിപ്പോർട്ട് ഞങ്ങൾ കൊടുത്തായിരുന്നു ഈ കോവിഡ് സമയത്ത്. അത് ഒരാൾക്ക് പോലും വരാത്ത ഒരു കോവിഡ് ഡെങ്കി സമയത്ത്. എന്നിട്ട് ആ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ട് ഇത് പുറത്തു വന്നില്ല കാര്യം. പക്ഷെ പഞ്ചായത്തുകാർക്ക് മനസ്സിലായതുകൊണ്ട് അവര് നമ്മളെ ആ ഒരു പ്രസിഡന്റ് ജിഷ എന്ന് പറഞ്ഞ ഒരു പ്രസിഡന്റ്, അവര് പറഞ്ഞ് ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞ് എല്ലാവർക്കും മരുന്ന് കൊടുക്കാൻ
ഒരു മീറ്റിംഗ് വന്നപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇത്രയും കൊടുത്തു, ഇത്രയും പേർക്ക് എഫിക്കസി ഉണ്ട്. അത് കണക്ക് പിന്നെ ഈ കോവിഡിന്റെ സമയത്ത് വാക്സിൻ എടുത്തിട്ട് സൈഡ് എഫക്ട്സ് വന്ന ഒരു മെമ്പറുടെ അമ്മയെ ഞാനും കൂടെ താങ്ങി എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഞാൻ പറഞ്ഞു അവരിയ്ക്കുമ്പോൾ തന്നെ പറഞ്ഞു ഇങ്ങനൊരവസ്ഥ ഉണ്ടായി. അവരെ അലോപ്പതി കൊടുത്തപ്പോൾ ഞങ്ങൾ ഇതിൽ കൊടുത്തപ്പോൾ ഒരു സൈഡ് എഫക്ട്സും ഇല്ലാതെ എല്ലാവർക്കും അസുഖം ഇല്ലാതെ വന്നു എന്ന് പറഞ്ഞതുകൊണ്ട് 70,000 പാക്കറ്റ് മരുന്ന് എന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തോളാം പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. കാര്യം നമുക്ക് വിശ്വാസമുണ്ട്, അവരൊക്കെ നമ്മളെ ഹോമിയോ വിശ്വാസികളായിരുന്നു. അതുകൊണ്ട് നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോകത്തില്ല എന്ന് പറയും. അവർ തന്ന് ഒരു 3 ദിവസം കൊണ്ട് നമ്മൾ എല്ലായിടത്തും കൊടുത്തു. പക്ഷെ അവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ ആർജ്യമുള്ള ഇപ്പൊ പറയാൻ കണക്കുള്ള നമ്മളെ പോലല്ല ഈ പിന്നെ നമ്മളെ സെൻട്രൽ കൗൺസിൽ പോലുള്ളവർ സ്വയം തിരിച്ചറിയേണ്ട, സ്വയം ഇങ്ങനെയുള്ള വിങ് ഉണ്ടാക്കി ചർച്ച ഇത് വരുന്ന ചർച്ചകളെല്ലാം അവർ ചർച്ച ചെയ്ത് അതിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു ബോഡിയാണ് നമ്മളെ ശമ്പളം മേടിച്ചിട്ട് അവരിരിക്കുന്നത്. അവർ ചെയ്യുന്നില്ല. അവര് ചെയ്തിരുന്നെങ്കിൽ അതിനൊരു ആ റിപ്പോർട്ടിന്റെ ഒരു ആധികാരികതയുണ്ട്. അപ്പൊ നമ്മളിവിടെ IHPയും IHMയും ചെയ്തു കഴിഞ്ഞാൽ അത് അംഗീകരിക്കില്ല. ഓക്കെ ഷാജി ഡോക്ടറെ, അപ്പോ സെൻട്രൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതായത് ഇന്നലെയൊക്കെ ധനേഷ് ഡോക്ടർ എന്നെ വിളിച്ച് പറഞ്ഞപ്പം ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ഈ മാധ്യമങ്ങളുടെ ഒരു പ്രസൻസ് ഉണ്ടായിരിക്കുമെന്നാണ്. അപ്പൊ ഇന്നലെ മാധ്യമങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്താമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക്സോ അതിന്റെ സയൻസോ ഒക്കെ, അല്ലെങ്കിൽ ഇപ്പൊ എങ്ങനെയാണ് ഒരു ബ്രത്ത് അനലൈസർ വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ വ്യക്തമായിട്ട് ഇപ്പൊ ഞാനത് റെഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു ഗ്രൂപ്പിൽ പറയാതിരുന്നത് ഇവിടെ അത് പറഞ്ഞിട്ട് ആവശ്യമില്ല. മിക്കവാറും എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊക്കെ അറിയാം, അല്ലെങ്കിൽ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. പക്ഷെ മാധ്യമങ്ങളെ നമ്മൾ അറിയിക്കണം. അങ്ങനത്തെ ഒരു പ്രസൻസ് ഇതിനകത്ത് വേണ്ടതായിരുന്നു. മാധ്യമങ്ങളുടെ ഏതെങ്കിലും റെപ്രസെൻറ്റേറ്റീവ്സ് വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പല കാര്യങ്ങളും ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സും കണക്കൊന്നും പറയാതിരുന്നത്. കാരണം ഡോക്ടേഴ്സിനൊക്കെ ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, എന്തൊക്കെയാണ് നമ്മുടെ മെഡിസിൻ എത്രത്തോളം പെർസെൻറ്റേജ് ഉണ്ട്, എന്തുമാത്രം ഡേഞ്ചറസ് ആണ്, ഈ ഒരു എത്രമാത്രം ഡെയിലി കഴിക്കാം, ഇതൊക്കെ അല്ലെങ്കിൽ ഡ്രൈവറുടെ ലിമിറ്റ് എത്ര, ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ അല്ലെങ്കിൽ റെഫർ ചെയ്താൽ കിട്ടും. പക്ഷേ അതൊരു മാധ്യമങ്ങൾ ഉൾപ്പെട്ടൊരു അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ, അങ്ങനെയാണ് ഉദ്ദേശിച്ചാണ് ഇന്നത്തെ ഓക്കെ സാറേ, വേണുഗോപാൽ സാറ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഈ ഇങ്ങനെയുള്ള ചർച്ചയിലൊക്കെ മാധ്യമ പ്രവർത്തകരെയും കൂടെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരത് കൺവിൻസ്ഡ് ആയിട്ട്. അല്ല ഷൈല ഡോക്ടറെ വിളിച്ച എത്ര മാധ്യമക്കാര് വരും? അല്ല ധനേഷ് ഡോക്ടർ, ഡിസ്കസ് ചെയ്യണമായിരുന്നു. ഞാനും മനോജ് ഡോക്ടറും കൂടെ കിടന്ന് പെടുന്ന പാട് ഞങ്ങൾക്ക് അറിയാം. എത്ര മാധ്യമക്കാര് വരും? ധനേഷ് ഡോക്ടർ വിളിച്ചിട്ട് ഇതെല്ലാം വരുന്ന ന്യൂസ് കംപ്ലീറ്റ് പെയ്ഡാണ്, പെയ്ഡ് ന്യൂസ് ആണ്. നമ്മളൊരു പെയ്ഡ് കൊടുക്കാനായിട്ട് എത്ര പേര് സഹകരിക്കും? ഡോക്ടറെ അത് മാത്രമല്ല, ഈ സമയത്ത് പത്രക്കാരെങ്കിലും ബിസി ആയിരിക്കും, അറിഞ്ഞാത്തോണ്ട് അവര് വേറെ ഇപ്പൊ മറ്റെന്താണ് CPM-ന്റെ ജനറൽ സെക്രട്ടറി വന്നതും അതുമായിട്ട് ഇങ്ങനെ പൊട്ടോണ്ടിരിക്കുകയാണ്. അവർക്ക് ഇതൊക്കെ സംസാരിക്കാൻ എവിടെ സമയം? ഒന്നും സമയമൊന്നുമില്ല. ഏതെങ്കിലും ഒരു പത്രപ്രവർത്തകര്, ഒരു പത്രത്തിന്റെ ഡോക്ടറെ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ കൊണ്ടുവന്നു, 35 ദിവസമായി പനി. 35 ഇവിടുത്തെ വലിയൊരു പ്രമുഖ ആശുപത്രിയിൽ 35 ദിവസം കൊണ്ട് 1,80,000 രൂപ വാങ്ങിച്ചു. ഒന്നും സംഭവിച്ചില്ല, പനി കുറവില്ല. എബി ഫിലിപ്പ് ഇതൊന്ന് പോയി നോക്കട്ടെ. അപ്പൊ ഇവിടുത്തെ സകല കഫ് സിറപ്പിന് ആൽക്കഹോളുണ്ട്. അതിന് ബെനാഡ്രിൽ കഴിച്ചാൽ കിക്കാവും. ബെനാഡ്രിൽ കഴിച്ചാൽ അത് കിക്കാവും. അത് പിന്നെ ഏതെങ്കിലും ആശുപത്രി സ്പിരിറ്റ് ഇല്ലാതെ നടത്താൻ പറ്റുമോ? അലോപ്പതി ആശുപത്രി സർജറി തിയേറ്റർ ആണെങ്കിൽ സ്പിരിറ്റ് വേണം. സ്പിരിറ്റ് ഇല്ലാതെ നടത്താൻ പറ്റുമോ? എങ്ങനെ ക്ലീൻ ചെയ്യും? നമ്മുടെ സമയം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പൊ ഇത് ഒരു ലോബി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു, അത്ര തന്നെ. അതിനെ ഫണ്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. നമ്മളെ ഫണ്ട് ചെയ്യാൻ ആരും ഇല്ല, നമ്മുടെ ഹോമിയോപ്പതിക്കാർ മാത്രമേ ഉള്ളൂ. അതിനകത്ത് 150 ഗ്രൂപ്പാണ്. എന്ത് ചെയ്യും? അതാണ് എല്ലാരും വെബിനാറാണ്. ഇപ്പൊ എല്ലാരും വെബിനാറാണ്. നമ്മളാണ് വെബിനാർ തുടങ്ങിയത്, ഇപ്പൊ എല്ലാരും വെബിനാറാണ്. ഒരു ചെറിയ വേണുഗോപാൽ സാർ എന്തോ പറയുന്നുണ്ട്. ഡോക്ടർ പറയട്ടെ. ഡോക്ടർ പറയാൻ 100% കാര്യങ്ങളാണ്. അല്ല, ഈ നമ്മളിപ്പോ നമ്മുടെയൊക്കെ ഇപ്പൊ ആയുഷ് ഡിപ്പാർട്ട്മെന്റ് ഫാർമക്കോ വിജിലൻസ് എന്ന് പറഞ്ഞൊരു വിങ് ഉണ്ട്. അത് ആർക്കെങ്കിലും അറിയാവോ? ഫാർമക്കോ വിജിലൻസ്, പെരിഫറൽ ഫാർമക്കോ വിജിലൻസ് എന്നും പറഞ്ഞ് ഒരു സാധനം. അതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ ഡ്രഗ് കൊണ്ടുണ്ടായ റിസ്കിനെ കുറിച്ച്, ആയുഷ് സിസ്റ്റത്തിലുള്ള ഡ്രഗ് കൊണ്ടുണ്ടായ റിസ്കുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയും അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ അഡ്വർടൈസ്മെന്റ്, ഈ നമുക്ക് ഈ തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന ഒരുപാട് അഡ്വർടൈസ്മെന്റ് നമ്മുടെ ആൾക്കാർ തന്നെ ഇടുന്നുണ്ട്. അതിനൊക്കെ എഗൻസ്റ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്ത് ഇവരെ ഏൽപ്പിക്കാൻ വേണ്ടി ഫാർമക്കോ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഇവിടെ 13 സ്ഥലത്ത് ഇന്ത്യയിലുണ്ട്. കേരളത്തിലാണെങ്കിൽ നമ്മുടെ കോട്ടയത്തെ റിസർച്ച് അവിടെയാണ്, സെൻട്രൽ റിസർച്ച് അവിടെയാണ് കോട്ടയത്ത്. അതുപോലെ ഞങ്ങളുടെ ഇവിടുത്തെ ശാരദാകൃഷ്ണ കോളേജിനെ അതിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ 13 സെന്ററുണ്ട്. അപ്പോൾ അവിടെ ന്യൂസ് കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുക. എന്ന് വെച്ചാൽ
ആയുഷ് ഉദ്ദേശിച്ചത് ആയുഷ് മരുന്നുകളെ കുറിച്ച് ഇതുപോലെ വരുന്ന ഒരു തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്റ്റുകളും മനസ്സിലാക്കി അതിനൂടെ വേണ്ടി നമ്മൾ പ്രവർത്തിച്ചെങ്കിൽ നമ്മൾ തന്നെത്താൻ അങ്ങനെ ഒരു വിങ്ങുണ്ടെന്ന് അറിയുമ്പം അവർക്ക് മനസ്സിലാവും. അതിനു വേണ്ടിയാണ് അത് ചെയ്തത്. പക്ഷേ ഈ ഒരു സാധനം ഉണ്ടെന്ന് പോലും ആർക്കും അറിഞ്ഞൂടാ. അപ്പം അതിനെക്കുറിച്ച് ഒരു ആരെങ്കിലും ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, വേണമെങ്കിൽ അതിന് വേണ്ടി ആളെ അറേഞ്ച് ചെയ്യാം. അങ്ങനെ ഒരു ദിവസം ഈ ഫാർമക്കോ വിജിലൻസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് ഈ സൂമിൽ ചർച്ച ചെയ്താൽ കൊള്ളാമെന്ന് ഒരു അഭ്യർത്ഥന. ഓക്കെ വേണുഗോപാൽ ഡോക്ടറെ, നമുക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് മനോജ് ഡോക്ടറൊക്കെ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു, ഡിപ്പാർട്ട്മെന്റിന്റെ സഹായം. പക്ഷെ മനോജ് ഡോക്ടർ കേൾക്കാൻ സാധ്യതയില്ല. പിന്നെ അതുപോലെ തന്നെ മനോജ് ഡോക്ടർ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വേണുഗോപാൽ ഡോക്ടർ അവസാനം പറഞ്ഞ കാര്യം. അതുപോലെ തന്നെ എനിക്കും പറയാനുള്ളത്, ഇനി ഒരു ദിവസം മനോജ് ഡോക്ടറോ പിന്നെ അനിൽകുമാർ ഡോക്ടറോ ഷഫീഖ് ഡോക്ടറോ ഒക്കെ വിചാരിച്ച് ഏതെങ്കിലും ഒരു ചാനലുകാരെയോ പത്രക്കാരെയോ കൊണ്ടു ഈ ചർച്ചയിൽ പങ്കെടുപ്പിക്കണം. അന്ന് നമുക്ക് വീണ്ടും ഈ ചർച്ച ഒന്നുകൂടി അല്ലെങ്കിൽ ഇതിന്റെ മറ്റൊരു ഭാഗം നടത്താം. ഏതെങ്കിലും ഒരു പത്രപ്രവർത്തകരെ, 1-2 പത്രപ്രവർത്തകരെയും കൂടെ കിട്ടിയാൽ അതുകൊണ്ട് ഒരുപാട് പ്രയോജനം ഉണ്ടാവും. അല്ലാതെ നമ്മൾ ചർച്ച നടത്തിയിട്ടൊന്നും അത്ര എളുപ്പമായിട്ട് ഇതൊക്കെ പരിഹരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ തീരുമാനിക്കാം. ധനേഷ് ഡോക്ടർ ഈ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി, ഷോർട്ടായി പറഞ്ഞ് എല്ലാവർക്കും ഒരു നന്ദി കൂടി പറയണമെന്ന് ധനേഷ് ഡോക്ടറോട് ആവശ്യപ്പെടുകയാണ്. വൈൻഡപ്പ് ചെയ്യാം. ഞാൻ പറയാൻ വന്നത്, നമ്മുടെ ഇംഗ്ലീഷ് സെഷനിൽ ഈ റിസർച്ച് ടീമിന്റെ കുറെ വർക്കുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഈ ഫാർമക്കോ വിജിലൻസിനെ കുറിച്ച് 2 പേര് വളരെ നന്നായ സെഷനുകൾ എടുത്തിട്ടുണ്ട് ഇതിനു മുമ്പ്. അതൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ എന്തായാലും ഇന്ന് ഈ വേദിയിൽ വന്ന് വേണു ഡോക്ടർ വളരെ നല്ല രീതിയിൽ വിഷയം കുറിച്ച് സംസാരിക്കുകയും അതിന് ആധികാരികമായിട്ടുള്ള പല കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അതുപോലെ ചർച്ചയിൽ പങ്കെടുത്ത മനോജ് ഡോക്ടർ, ഷാജി ഡോക്ടർ, അങ്ങനെ മറ്റുള്ള അനിൽകുമാർ ഡോക്ടർ, പിന്നെ ഷഫീഖ് ഡോക്ടർ, ലതാ മനോഹരൻ ഡോക്ടർ, മോഡറേറ്റ് ചെയ്ത ശൈല ഡോക്ടർ, അങ്ങനെ എല്ലാവർക്കും IFBCന്റെ പേരിലും എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദി ധനേഷ് ഡോക്ടറെ. അപ്പോൾ നമ്മളെ സമയം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇനിയും ഈ ചർച്ച വീണ്ടും തുടരേണ്ടതുണ്ട്. അത് മാധ്യമക്കാരുടെ സാന്നിധ്യത്തിലാണെങ്കിൽ നന്നായിരിക്കും. അപ്പൊ ഇതിന് എല്ലാം ഒരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് മലയാളം സെഷനോട് അവസാനിപ്പിക്കും.